നമസ്തേ. വിഴിഞ്ഞത്തെ നോക്കി കേരളം സ്വപ്നം കണ്ടു തുടങ്ങിയിട്ട് കാലം ഏറെയായി. ഇന്ന് അതേ തീരത്ത് ഒരു കപ്പൽ മുത്തമിട്ടു. കേന്ദ്രം വഴി തലസ്ഥാനം വൻ കുതിപ്പിലേക്ക്. വിഴിഞ്ഞത്തെ വിസ്മയ കപ്പൽ വികസന കപ്പൽ കൂടിയാണ്. സ്വാഗതം സ്പെഷ്യൽ ഡിബേറ്റിലേക്ക്. ഇന്ന് രാവിലെ ജനൻ ടി വിയുടെ ക്യാമറയിൽ ചക്രവാളത്തിൽ സാൻ ഫെർണാണ്ടോ എന്ന മദർഷിപ്പ് പ്രത്യക്ഷപ്പെടുമ്പോൾ ഉണർന്നത്, ജ്വലിച്ചത് ഒരു പിടി വികസന സ്വപ്നങ്ങളാണ്. അതിനുമപ്പുറം തലസ്ഥാനം, കേരളം, ഭാരതം വികസനത്തിൻ്റെ പുതിയ കപ്പൽ ചാലിലൂടെ കുതിക്കാൻ ഒരുങ്ങുകയാണ്. ഇന്നത്തെ പ്രത്യേക ചർച്ചയ്ക്കായി നമുക്ക് 4 അതിഥികളുണ്ട്. BJP വക്താവ് സന്ദീപ് വചസ്പതി, രാജ്യാന്തര മാരിടൈം വിദഗ്ധൻ നാണു വിശ്വനാഥൻ, റിട്ടയർഡ് ഹൈഡ്രോഗ്രാഫർ സതീഷ് ഗോപി, വിഴിഞ്ഞം മദർ പോർട്ട് ആക്ഷൻ സമിതി പ്രസിഡന്റും എൻ്റെ സുഹൃത്തുമായ ഏലിയസ് ജോൺ എന്നിവരാണ്. ഇവരിൽ ശ്രീ നാണു വിശ്വനാഥനും സന്ദീപ് വചസ്പതിയും താമസിയാതെ നമ്മോടൊപ്പം ചേരും. ഇപ്പോൾ ഏലിയസ് ജോൺ ഉണ്ട്, സതീഷ് ഗോപിയുമുണ്ട്. സ്വാഗതം സ്പെഷ്യൽ ഡിബേറ്റിലേക്ക്. ആദ്യം തന്നെ ഏലിയസ് ജോണിലേക്ക്. നമസ്തേ. ഒരുപാട് കാലമായി കണ്ടിട്ട് വാർത്തകളിലും ടെലിവിഷൻ ചാനലുകളിലെ പ്രസംഗങ്ങളിലും മാത്രമാണ് ഏറെക്കാലമായി ഏലിയസ് ജോണിനെ കാണുന്നത്. ഏലിയസ് ജോൺ മാധ്യമപ്രവർത്തന രംഗത്ത് ഞങ്ങളുടെയൊക്കെ സീനിയർ കൂടിയാണ്. ശ്രീ ഏലിയസ് ജോൺ, അങ്ങയുടെ തെളിച്ച പാത വിട്ടിട്ട് വികസനത്തിലേക്ക്, വിഴിഞ്ഞത്തെക്കുറിച്ച്, വിഴിഞ്ഞം തുറമുഖത്തെക്കുറിച്ച് ഉയർന്ന തെറ്റിദ്ധാരണകൾ നീക്കുകയും ഈ തുറമുഖം ഇവിടെ ആവശ്യമാണ്, ഇത് നാടിൻ്റെ ആവശ്യമാണ്, നാട്ടുകാരുടെ ആവശ്യമാണ്, സംസ്ഥാനത്തിൻ്റെ ആവശ്യമാണ് എന്നുള്ള വാദമുയർത്തി നടത്തിയ പോരാട്ടത്തിന് ഒടുവിലാണ് ഇന്ന് അത് യാഥാർത്ഥ്യത്തിൻ്റെ ആദ്യ മദർഷിപ്പ് തുറമുഖത്ത് മുത്തമിടുന്നത്. ശ്രീ ഏലിയസ് ജോൺ, എന്തായിരുന്നു ഈ പാതയിലേക്ക് അങ്ങ് വരാനുള്ള പ്രകോപനം അല്ലെങ്കിൽ പ്രചോദനം? നേരിട്ട വെല്ലുവിളികൾ എന്തൊക്കെയായിരുന്നു? ശ്രീ ഏലിയസ് ജോണിലേക്ക് വരാം. ശ്രീ സതീഷ് ഗോപി, ഇന്ന് രാവിലെ അല്പം കഴിഞ്ഞ് ചർച്ച ചെയ്യാൻ ഉദ്ദേശിച്ചൊരു വിഷയമാണ്. എങ്കിലും വിഴിഞ്ഞം എങ്ങനെ ഏറ്റവും സ്വാഭാവികമായ ട്രാൻസ്ഷിപ്മെൻറ്റ് പോർട്ട് ആയി, അല്ലെങ്കിൽ ഒരു ഡെസ്റ്റിനേഷൻ ആയി? ഞങ്ങൾ അറിയാവുന്ന ഭാഷയിലൊക്കെ പറഞ്ഞു നോക്കി, ഡ്രാഫ്റ്റ് 18 മീറ്റർ എന്നൊക്കെ. എങ്ങനെയാണ് വിഴിഞ്ഞം സ്വാഭാവികമായും ഒരു രാജ്യാന്തര ട്രാൻസ്ഷിപ്മെൻറ്റ് ടെർമിനൽ ആകുന്നത്? എന്തൊക്കെയാണ് പ്രകൃതി കേരളത്തിനായി, വിഴിഞ്ഞത്തിനായി ഒരുക്കി തന്നത്? ഇന്ത്യയുടെ കടൽ തീരത്ത്, പടിഞ്ഞാറേ കടൽ തീരത്ത് സ്വാഭാവിക ആഴം തീരത്തിനടുത്ത് 20 മീറ്ററോളം ഉള്ള അനുഗ്രഹീതമായ ഒരു സ്ഥലമാണ് വിഴിഞ്ഞം. വിഴിഞ്ഞത്തിന് ആ പ്രത്യേകത മാത്രമല്ല ഉള്ളത്. മറ്റൊരു പ്രത്യേകത, ഇവിടെ ടൈഡൽ വേരിയേഷൻ, അതായത് വേലിയേറ്റവും വേലിയിറക്കവും തമ്മിലുള്ള വ്യത്യാസം 30 സെൻറ്റിമീറ്ററാണ്. അത് നമ്മൾ ജനറലായിട്ട് പറയും ഒരടിയാണ്. അത് ഒരടി എന്ന് പറയുന്നത് നെഗ്ലിജിബിളാണ്. കാരണം വേലിയേറ്റവും വേലിയിറക്കവും ഒരു തുറമുഖത്തിൻ്റെ പ്രവർത്തനത്തിനെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു ഘടകമാണ്. ഉദാഹരണത്തിന് ഗുജറാത്ത്, ഭാവ്നഗർ ആ ഏരിയയിൽ പോകുമ്പോൾ അവിടുത്തെ വേലിയേറ്റവും വേലിയിറക്കവും തമ്മിൽ സാധാരണ ദിനങ്ങളിൽ വേലിയേറ്റവും വേലിയിറക്കവും തമ്മിലുള്ള വ്യത്യാസം 8 മീറ്ററാണ്. 8 മീറ്റർ 9 മീറ്റർ വരും. അപ്പോൾ വേലിയേറ്റ സമയത്ത് മാത്രമേ കപ്പലുകൾക്ക് തുറമുഖത്തിനുള്ളിൽ പ്രവേശിക്കാൻ കഴിയുള്ളൂ. അതേപോലെ തുറമുഖത്തിനകത്തുള്ള കപ്പലിന് പുറത്തിറങ്ങണമെങ്കിലും വേലിയേറ്റം വരെ കാത്തു നിൽക്കണം. അതേസമയം വിഴിഞ്ഞത്ത് വേലിയേറ്റവും നോക്കണ്ട, വേലിയിറക്കവും നോക്കണ്ട, ഏത് സമയത്തും എറൗണ്ട് ദി ക്ലോക്ക്, എറൗണ്ട് ദി ഇയർ ഓപ്പറബിൾ ആയിട്ടുള്ള ഒരു തുറമുഖമാണ് വിഴിഞ്ഞം തുറമുഖം. അപ്പോൾ വിഴിഞ്ഞം തുറമുഖത്തിന് ആദ്യം ഇവിടെ ഒരു തുറമുഖത്തിൻ്റെ കാര്യത്തിലേക്ക് വേണ്ടി ചർച്ച തുടങ്ങിയപ്പോൾ തന്നെ 4-5 പോയിൻ്റാണ് ആദ്യമായിട്ട് ഇവിടുത്തെ എക്സ്പേർട്ടുകൾ കണക്കാക്കിയിരുന്നത്. 1, വേലിയേറ്റം വേലിയിറക്കം. 2, സ്വാഭാവിക ആഴം. 3, ഏത് സമയത്ത് വേണമെങ്കിലും, അതായത് ഇവിടെ പിന്നീട് ഫ്രീസിങ് പോയിൻ്റ് ഒന്നും എത്താറില്ല. ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് നല്ല ഒരു മോഡറേറ്റ് ക്ലൈമറ്റാണ്. വളരെ ചൂട് കൂടാറുമില്ല, അതേപോലെ നമ്മുടെ സമുദ്രം തണുത്തുറയാറുമില്ല. അപ്പം ത്രൂ ഔട്ട് ദി ഇയർ നമുക്ക് ഓപ്പറബിളാക്കി കൊണ്ടുപോകാം. പിന്നെ അടുത്തത് എന്താണ്? അന്താരാഷ്ട്ര കപ്പൽ ചാലിനടുത്തുള്ള ഒരു ഏരിയയാണ് വിഴിഞ്ഞം. അതായത് അന്താരാഷ്ട്ര കപ്പൽ ചാല് നമ്മുടെ തുറമുഖം ഇരിക്കുന്ന ഭാഗത്ത് നിന്ന് 10 നോട്ടിക്കൽ മൈൽ അകലെ മാത്രം കൂടിയാണ് കടന്നു പോകുന്നത്. അപ്പോൾ
വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് അന്താരാഷ്ട്ര കപ്പൽച്ചാല് ഏകദേശം 10 നോട്ടിക്കൽ മൈൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ അന്താരാഷ്ട്ര ചാനൽ വഴി ഒരു ദിവസം 200ഓളം കപ്പലുകൾ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ആ കപ്പലിന് വിഴിഞ്ഞം തുറമുഖത്തിലേക്ക് വരണമെങ്കിൽ ജസ്റ്റ് ഒന്ന് തിരിഞ്ഞാൽ മാത്രം മതി, അധിക സമയമൊന്നും എടുക്കൂല. അപ്പോൾ ടേൺ അറൗണ്ട് ടൈം എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ ഒരു ടൈമാണ്. സാധാരണ കപ്പലിലെ ക്യാപ്റ്റന്മാർക്ക് ടേൺ അറൗണ്ട് ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ അന്താരാഷ്ട്ര കപ്പൽച്ചാലിൽ നിന്നും തിരിഞ്ഞ് ബോംബെയിലേക്ക് പോകണമെങ്കിലോ ബോംബെ തുറമുഖത്തേക്ക് പോകണമെങ്കിലോ അല്ലെങ്കിൽ കൊച്ചിയിലേക്ക് പോകണമെങ്കിലോ ഒരുപാട് സമയമെടുക്കും, കാരണം അത് വളരെ ഡിസ്റ്റൻസിലാണ് കിടക്കുന്നത്. ഇത് അതേസമയം അന്താരാഷ്ട്ര കപ്പൽച്ചാലിൽ നിന്നും തൊട്ടടുത്ത് കിടക്കുകയാണ്. അത് മാത്രമല്ല, സമുദ്രത്തിനടിയിൽ മണൽ നീക്കം നടക്കുന്നുണ്ട്. സമുദ്രത്തിന് പാരലായിട്ട്, അതായത് തീരത്തിന് പാരലായിട്ട് സമുദ്രത്തിൻ്റെ അടിയിൽ പിന്നീട് സമുദ്രജല പ്രവാഹങ്ങൾ മൂലം മണൽ നീക്കം നടക്കുന്നുണ്ട്. അങ്ങനെ മണൽ നീക്കം നടക്കുമ്പോൾ ഈ സാൻഡ് ഡെപ്പോസിറ്റ് ചെയ്യും, സമുദ്രത്തിൻ്റെ അടിയിൽ സാൻഡ് ഡെപ്പോസിറ്റ് ചെയ്യും. അങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യുന്നതിന് നമ്മൾ ലിറ്റോറൽ ഡ്രിഫ്റ്റ് എന്ന് പറയും നമ്മുടെ എഞ്ചിനീയറിംഗ് ഭാഷയിൽ. ആ ലിറ്റോറൽ ഡ്രിഫ്റ്റ് ഏറ്റവും കുറവായ ഒരു സ്ഥലമാണ് വിഴിഞ്ഞം. അങ്ങനെ അത്തരത്തിൽ ശ്രീ സതീഷ് ഗോപി, താങ്കളിലേക്ക് വരാം. കാര്യം നമ്മൾ മറ്റ് 2 അതിഥികൾ കൂടി കണക്റ്റഡ് ആയിട്ടുണ്ട്. നമുക്ക് ഈ വിഷയത്തിലേക്ക് തന്നെ വരേണ്ടതുമുണ്ട്. സ്വാഗതം ശ്രീ നാണു വിശ്വനാഥൻ. നമസ്തേ, മാരിടൈം എക്സ്പെർട്ട്. ശ്രീ ഏലിയാസ് ജോൺ ഇപ്പോൾ കേൾക്കാം എന്ന് കരുതുന്നു. നമസ്കാരം, സ്വാഗതം. ഞാൻ പറഞ്ഞ സ്വാഗതമൊക്കെ പ്രേക്ഷകർ മാത്രമാണ് കേട്ടത്. ഏറെ കാലത്തിന് ശേഷമാണ് കണ്ടുമുട്ടൽ, അതും ഈ സ്റ്റുഡിയോയിൽ. എന്തായാലും മാധ്യമരംഗത്ത് നിന്ന് ഒരു ആക്ടിവിസ്റ്റിലേക്ക്, അതും ഒരു വൻ പദ്ധതി നടപ്പാക്കണം എന്നുള്ള നിശ്ചയദാർഢ്യത്തോടു കൂടി ഞാൻ അതിശയിക്കുകയും എൻ്റെ സുഹൃത്തുക്കളെ വിളിച്ച് ചെക്ക് ചെയ്യുകയും ചെയ്തു. ആ ഏലിയാസ് ജോൺ തന്നെയാണോ ഈ ഏലിയാസ് ജോൺ എന്ന്? ആക്ഷൻ കമ്മിറ്റി പ്രസിഡന്റ് ഏലിയാസ് ജോൺ. അപ്പോൾ താങ്കൾ ഈ കപ്പൽച്ചാലിലേക്ക് എടുത്തു ചാടാനുണ്ടായ സാഹചര്യം എന്താണ്? പ്രകോപനം എന്താണ്? പ്രചോദനം എന്താണ്? ഞാൻ പ്രദീപിന് അറിയാവുന്നതുപോലെ നമ്മളൊക്കെ തുടക്കമായിരുന്നല്ലോ മാധ്യമരംഗത്ത്. ദൂരദർശൻ കാലത്ത്, ദൂരദർശനിൽ ജോലി ചെയ്യുന്ന സമയത്ത് അവിചാരിതമായി ഒരാളെ ഇൻ്റർവ്യൂ ചെയ്യാൻ എന്നെ ന്യൂസ് റൂമിൽ നിന്ന് ആവശ്യപ്പെടുന്നു. ആ സമയത്ത് ഈ ഹൈദരാബാദിൽ നിന്ന് ഒരു കുമാർ എനർജി കോർപ്പറേഷൻ എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ MD ആണെന്ന് തോന്നുന്നു, മിസ്റ്റർ അഗർവാൾ തിരുവനന്തപുരത്ത് വരികയും അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്യാൻ ദൂരദർശനിൽ നിന്ന് എന്നെ നിയോഗിക്കപ്പെടുകയും ചെയ്തു. ആ സമയത്ത് എനിക്ക് വിഴിഞ്ഞത്തെക്കുറിച്ചൊന്നും അറിയില്ല. വാസ്തവത്തിൽ ഈ അഗർവാളാണ്, എനിക്ക് തോന്നിയത് 90കളുടെ തുടക്കമാണെന്ന് തോന്നുന്നു. അഗർവാളാണ് വാസ്തവത്തിൽ എന്നോട്, ഞാൻ ഈ കടലിൻ്റെ തൊട്ടടുത്താണ് ജീവിക്കുന്നത്, കടൽ ദിവസം 10-20 പ്രാവശ്യം നേരിട്ട് കാണുന്ന ആളാണ്. അദ്ദേഹമാണ് നമ്മുടെ കടലിൻ്റെ പ്രത്യേകത, ആഴം, ഈ കപ്പൽച്ചാലിൻ്റെ പ്രോക്സിമിറ്റി തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒരു ചെറിയ അഭിമുഖത്തിനിടയിൽ എന്നോട് പറഞ്ഞത്. അതൊരു വലിയ റെവലേഷനായിരുന്നു. അവിടം തുടങ്ങിയാണ് ഈ വിഷയം പഠിക്കണമെന്നും മനസ്സിലാക്കണമെന്നും ഒരാഗ്രഹം വരികയും പിന്നെ തുടർന്ന്, അന്ന് ഇൻ്റർനെറ്റ് ഇല്ല, നമുക്കിതൊന്നും ഗൂഗിൾ ചെയ്ത് നോക്കാൻ പറ്റില്ല, ഡാറ്റാസ് അവൈലബിൾ അല്ല. പക്ഷേ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവർ, പല നാവികർ ലീവിലൊക്കെ വരുമ്പോൾ അവരെയൊക്കെ കണ്ടുപിടിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്. ഇപ്പോൾ സംസാരിച്ച നമ്മുടെ സതീഷ് ഗോപി സാർ ഉൾപ്പെടെ പലരുമായിട്ട് പല ഘട്ടങ്ങളിൽ സംസാരിച്ച് ഇതിൻ്റെ ഒരു ഇത് നമുക്ക് ആവശ്യമാണ് എന്നുള്ളൊരു കാര്യം ബോധ്യപ്പെട്ടു. അങ്ങനെ ബോധ്യപ്പെട്ട സാഹചര്യത്തിൽ പിന്നെ ഇത് നടപ്പാക്കാൻ എന്താണ് മാർഗം? പൊതുജനങ്ങളെ സംഘടിപ്പിക്കുക, അതിനുവേണ്ടി ഇറങ്ങി എന്ന് ചുരുക്കി പറയാം. ശ്രീ ഏലിയാസ് ജോൺ, ചുരുക്കി പറയാം. ഞാൻ താങ്കളിലേക്ക് വരാം. കാര്യം പൊതുജനങ്ങളെ സംഘടിപ്പിച്ചിടത്ത് നിൽക്കുകയാണ് നമ്മൾ, അവിടെ നിന്ന് തുടങ്ങണം. മറ്റു ചിലരും പൊതുജനങ്ങളെ സംഘടിപ്പിച്ചിരുന്നു, അതിലേക്ക് വരാം. അതിനു മുമ്പ് ശ്രീ നാണു വിശ്വനാഥൻ, അഗെയിൻ എൻ്റെ സുഹൃത്താണ്. താങ്കൾക്ക് ഈ രംഗത്ത്, മാരിടൈം രംഗത്ത്, ലോജിസ്റ്റിക്സ് രംഗത്ത് രാജ്യാന്തര തലത്തിൽ എക്സ്പോഷറും എക്സ്പീരിയൻസും ഉള്ള ആളാണ്. അതുപോലെ എത്ര ഡിഗ്രി ഉണ്ടെന്നുള്ളത് ഞാൻ മറന്നുപോയി ഈ മേഖലയിൽ. ഈ തുറമുഖം, ഇതൊരു വെറും തുറമുഖമല്ല, ഈ ട്രാൻസ്ഷിപ്മെൻറ്റ് ടെർമിനൽ യാഥാർത്ഥ്യമാകുമ്പോൾ അത് ഏതൊക്കെ രംഗത്താണ് തൊഴിൽ സാധ്യത തുറക്കുന്നത്, ഒപ്പം അതിനു വേണ്ട വിദ്യാഭ്യാസം അതെന്താണ് എന്നുള്ളതിനെക്കുറിച്ചും ചർച്ചയിൽ തുടർന്ന് നമുക്ക് സംസാരിക്കാം. പക്ഷേ ആദ്യം ഇത് തൊഴിൽ മേഖലയ്ക്ക് നൽകുന്ന സന്ദേശം എന്താണ്?
ഏറ്റവും സന്തോഷത്തോടു കൂടിയാണ് ഞാനിപ്പോൾ ഈ വേദിയിലിരിക്കുന്നത്. ഞാൻ പ്രദീപ് സാർ സംസാരിച്ച കാര്യത്തിലേക്ക് വരുന്നതിന് മുമ്പേ വിഴിഞ്ഞം എന്ന് പറയുന്ന ഒരു തുറമുഖത്തിന് വേണ്ടി തങ്ങളുടെ വിയർപ്പും തങ്ങളുടെ ശബ്ദവും തങ്ങളുടെ ഹൃദയവും വർഷങ്ങളായിട്ട് ഉപയോഗിച്ച് വാദപ്രതിവാദങ്ങൾക്കും അതിൻ്റെ ആവശ്യകതകളെക്കുറിച്ചും സംസാരിച്ചിട്ടുള്ളവർക്കും, അത് കേരളത്തിലും ഇന്ത്യയിലും ലോകരാജ്യങ്ങളിലും സംസാരിച്ചിട്ടുള്ളവർ, അതിനുവേണ്ടി വാദപ്രതിവാദം നടത്തിയിട്ടുള്ളവർ, അതോടൊപ്പം തന്നെ തങ്ങളുടെ ഉറ്റവരെ ഉടയവരെ എല്ലാം അടക്കിയ മണ്ണ് തങ്ങളുടെ സുഹൃത്തുക്കളോ എല്ലാവരുമായിട്ട് കളിച്ചു നടന്നിട്ടുള്ള മണ്ണായിട്ടുള്ള തിരുവനന്തപുരത്തിൻ്റെ തെക്കൻ ഭാഗത്തെ ഇത്തരത്തിലേക്ക് ഒരു ആവശ്യത്തിന് വിട്ടുകൊടുത്ത തിരുവനന്തപുരം നിവാസികളെ മൊത്തത്തിലും ഞാൻ ആദ്യം എൻ്റെ നമസ്കാരം, നന്ദി അറിയിക്കുന്നു. ഇന്ന് ഈ തുറമുഖം യാഥാർത്ഥ്യത്തിലേക്ക് വരുമ്പോൾ എനിക്ക് ഏലിയാസ് ജോൺ സാറും ഒക്കെ ഇവിടെ ഇരിക്കുന്നവർ എത്രയോ പേർ, ഞാൻ ഉൾപ്പെടെ ലോകരാജ്യങ്ങളിവിടെയും ഒക്കെയായിട്ട് ഇതിനുവേണ്ടി ഒരുപക്ഷെ കഴിഞ്ഞ 3 പതിറ്റാണ്ടുകളായിട്ട് നിരന്തരമായിട്ടുള്ള ശബ്ദമുയർത്തിയിട്ടുള്ളവരാണ്. ഇന്ന് ഞങ്ങൾ ദൂരെ നിന്നുകൊണ്ട് ആ തുറമുഖം കാണുമ്പോൾ ഞങ്ങളുടെ ഹൃദയവും മനസ്സും അത്രയധികം പുഷ്പിക്കുകയാണ്, അത്ര സന്തോഷം കൊണ്ട് വരികയാണ്. ഇനിയും ഞാൻ അതിൻ്റെ ഈ പറയുന്ന തൊഴിൽ മേഖല ബാക്കിയുള്ള കാര്യത്തിലേക്ക് ഞാൻ വരാം. കഴിഞ്ഞ ഒരു 1.5 പതിറ്റാണ്ടായിട്ട് കേരളത്തിൽ കേൾക്കപ്പെടുന്നത് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ജിയോഗ്രഫിക്കലായിട്ടുള്ള ലൊക്കേഷൻ ബേസിസ് ആയിട്ടുള്ള ഇമ്പോർട്ടൻസിൻ്റെ കാര്യത്തെക്കുറിച്ചായിരുന്നു നാം കൂടുതൽ ചർച്ച ചെയ്യുന്നത്. ഒരു പോർട്ട് ഡെവലപ്പ് ചെയ്യുക, ഷിപ്പിംഗ്, ലോജിസ്റ്റിക്സ്, സപ്ലൈ ചെയിൻ, കസ്റ്റംസ്, മാരിടൈം സെക്ടേഴ്സ് ഡെവലപ്പ് ചെയ്യുന്നതിനകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ ആണ് ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ എന്ന് പറയുന്നത്. ദൈവാനുഗ്രഹത്തിൻ്റെ ഭൂമിയായിട്ടുള്ള നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ ത്രിവേണി സംഗമമായിട്ടുള്ള അറബിക്കടലും ബംഗാൾ ഉൾക്കടലും ഇന്ത്യൻ മഹാസമുദ്രത്തെയും കൂടെ ഒന്നിച്ചേർന്ന് കിടക്കപ്പെടുന്നിടത്ത് അതിനു വേണ്ടിയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ നിർമ്മിക്കുവാനുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് വന്നു. വിഴിഞ്ഞം തുറമുഖം എന്ന് പറയുന്നത് ഇപ്പോൾ നാം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ 1ാമത്തെ ഘട്ടം എന്ന് പറയുന്നത് സിവിൽ എഞ്ചിനീയറിംഗിൻ്റെയും ഹൈഡ്രോഗ്രാഫ് സർവീസിൻ്റെയും എഞ്ചിനീയറിംഗ് സെക്ഷൻ്റെയും ഒരു ഇൻഫ്രാസ്ട്രക്ചർ വള്ളങ്ങൾക്കും ബോട്ടുകൾക്കും കപ്പലുകൾക്കും വന്നെടുത്തിട്ട് അതിൻ്റെ ആദ്യത്തെ പടിയാണ് ഇപ്പോൾ. അതിൽ വരുന്ന കാർഗോയെയും പാസഞ്ചേഴ്സിനെയും പുറത്തിറക്കാനുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ നിർമ്മാണം മാത്രമാണ് ഇപ്പോൾ നമ്മൾ ശ്ലാഘനീയമായിട്ട് തരത്തിലേക്ക് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതിനെ എംപ്ലോയ്മെൻറ്റിലേക്കും ബിസിനസ്സിലേക്കും ഇൻഡസ്ട്രിയിലേക്കും ലീഗൽ പ്രൊഫഷനിലേക്കും ജേർണലിസത്തിലേക്കും 95% വരുന്ന വേൾഡ് ട്രേഡിനകത്തിലേക്കും ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളിലേക്കും ഇന്ത്യയിൽ നിന്നും ലോകരാജ്യങ്ങളിലേക്ക് തിരിച്ചിന്ത്യയിലേക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം കാർഗോയും പാസഞ്ചേഴ്സിനെയും കൊണ്ടുവന്നിട്ട് എംപ്ലോയ്മെൻറ്റ്, ബിസിനസ്, ഇൻഡസ്ട്രിയൽ ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ കൊണ്ടുവരണമെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നാം ഇനിയും ഒരുപാട് മുന്നോട്ട് വരേണ്ടതുണ്ട്. നമ്മൾ 2015 വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ആദ്യത്തെ കല്ലിടുന്ന സമയത്ത് തന്നെ സമാന്തരമായി നമ്മൾ ചെയ്യപ്പെടേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടെ ഉണ്ടായിരുന്നു. നമ്മളുടെ സമൂഹത്തെ, ഗവൺമെൻറ് ഉദ്യോഗസ്ഥരെ എത്തരത്തിലേക്ക് വരണം, വിദ്യാർത്ഥി സമൂഹത്തെയും അതായത് യുവജനങ്ങളെയും അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഡിവിഷനെയും അഗ്രികൾച്ചർ ഡിവിഷനെയും ഈ പറയുന്ന മറ്റ് ഓരോ മേഖലകളെയും നമ്മൾ വളർത്തിയെടുത്തുകൊണ്ട് വരേണ്ട ഒരുപാട് ചർച്ചകൾ നമ്മൾക്ക് വേണമായിരുന്നു. ഈ സന്തോഷ നിമിഷത്തിൽ ഞാൻ അത്തരത്തിലുള്ള കാര്യത്തിലേക്ക് വരുന്നില്ല. തീർച്ചയായിട്ടും ഒരു തുറമുഖം എന്ന് പറയുന്നത് 71% വരുന്ന കടലും 29% വരുന്ന കരയും അതിനു മുകളിലേക്കുള്ള ആകാശത്തെയും കൂടെ ചേർത്ത് കൊണ്ടുവരുന്ന മൾട്ടി മോഡൽ ട്രാൻസ്പോർട്ടേഷൻ്റെയും കമ്പൈൻഡ് ട്രാൻസ്പോർട്ടേഷൻ്റെയും ഹൈഡ്രോഗ്രാഫിയും മറൈൻ സർവേ, മറൈൻ സയൻസ്, എക്സ്പോർട്ട് ഇമ്പോർട്ട്, ഷിപ്പിംഗ്, ലോജിസ്റ്റിക്സ്, സപ്ലൈ ചെയിൻ, കസ്റ്റംസ്, നേവി, കോസ്റ്റ് ഗാർഡ്, കോസ്റ്റൽ പോലീസ്, ഹാർബർ പോലീസ്, മാരിടൈം ലോ, മറൈൻ സർവേ, മറൈൻ ഇൻഷുറൻസ്, ലോജിസ്റ്റിക്സ്, അങ്ങനെ വരുന്ന അതായത് ഒരു ഓഷ്യൻസ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് വരുന്ന അതിവിശാലമായിട്ടുള്ള മേഖലകളാണ്. ഗ്രാമത്തിലെ ഏറ്റവും സാധാരണ മനുഷ്യന് തൊട്ട് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷനായിട്ടുള്ള UN-ലോ WTO-ലോ ഇൻ്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷനോ വേൾഡ് കസ്റ്റംസിലോ ബിംകോയിലോ P&A ക്ലബിലോ ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിനകത്ത് ഉൾപ്പെടെയുള്ള ഏത് മേഖലയിലേക്കും പോകാൻ പ്രാപ്തിയുള്ള മേഖലയാണ് മാരിടൈം. അവിടെ നമ്മൾ എടുക്കുമ്പോൾ വിഴിഞ്ഞത്തെ മാത്രമായിട്ട് നാം ചർച്ചയിലേക്ക് കൊണ്ടുവരികയും ചെയ്യരുത്. ഇന്ത്യയുടെ മാരിടൈം വിഷയമായിട്ടുള്ള മാരിടൈം മിഷൻ 2030 20 ലക്ഷം ഓപ്പർച്യൂണിറ്റിയും 3 ലക്ഷം കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റുമാണ് വരുന്നത്. കേരളത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഒരു 4 മാസത്തിന് മുമ്പേ ജനുവരിയിൽ, അതായത് കൊച്ചിൻ പോർട്ടസിൽ വന്നിട്ട് പ്രധാനമന്ത്രി സംസാരിച്ചത് 4000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോടാണ്. വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലിനെ ഇതുമായിട്ട് നാം കണക്ട് ചെയ്യപ്പെടണം.
വിഴിഞ്ഞത്തിനോടൊപ്പം തന്നെ കേരളത്തിലുള്ള 17 നോൺ മേജർ തുറമുഖങ്ങളെയും 4 എയർപോർട്ടുകളെയും ഉൾനാടൻ ജലഗതാഗതത്തെയും കോസ്റ്റൽ ടൂറിസത്തെയും കോസ്റ്റൽ ഷിപ്പിങ്ങിനെയും ടൂറിസത്തെയും ബ്ലെൻഡ് ചെയ്യപ്പെടണം. പെരിഫറലായിട്ട് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ പ്രത്യേകതകളെ മാത്രമായിട്ട് നാം എന്നും ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് പോകാൻ ആ പ്രത്യേകത വളരെ നല്ലതാണ്. പക്ഷെ അത് മാത്രമായിട്ട് നമുക്ക് ഓപ്പർച്യൂണിറ്റീസിനെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ നമുക്ക് ഓപ്പർച്യൂണിറ്റീസിനെ എക്സ്പ്ലോർ ചെയ്യണം എങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വിഴിഞ്ഞത്ത് നിന്നും ലോകത്തിൻ്റെ 195 രാജ്യങ്ങൾ വരുന്ന UN കീഴിൽ വരുന്ന 195 രാജ്യത്തിലെ 44 ലാൻഡ് ലോക്ക്ഡ് കൺട്രീസ് ഉൾപ്പെടെയുള്ളിടത്തേക്ക് കാർഗോയെ എത്തിക്കാനും മൂല്യവർദ്ധിത വസ്തുക്കളെ എത്തിക്കാനും നമ്മുടെ പാസഞ്ചേഴ്സ് എത്തിക്കാനും അവിടെ നിന്ന് തിരിച്ചുവിടത്തേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നതിനകത്തിലെ കൃത്യമായ ഫോർകാസ്റ്റിംഗ് വേണം. റൈറ്റ്. ശ്രീ നാണു വിശ്വനാഥൻ, വരാം, ഓരോന്നായിട്ട് വരാം. താങ്കൾ ഇപ്പോൾ പറഞ്ഞ എണ്ണമറ്റ മേഖലകളും എണ്ണമറ്റ സാധ്യതകളുമാണ്. വിഴിഞ്ഞം മാത്രമായിട്ട് ചർച്ച ചെയ്യരുത് എന്ന് അങ്ങ് പറഞ്ഞു. പക്ഷേ ഇതിനൊരു നാന്ദി കുറിച്ചിരിക്കുന്നത് നടക്കില്ല എന്ന് ചിലർ തീർത്തു പറഞ്ഞ ഒരു പദ്ധതിയാണിത്. ഇനി നടപ്പാക്കാതിരിക്കാൻ ഒട്ടേറെ പേർ ആവത് ശ്രമിച്ച ഒരു പദ്ധതിയുമാണിത്. അപ്പോൾ അതിനിടയിൽ ഒരൊറ്റ കാര്യം മാത്രം, നമ്മുടെ ഒരു അതിഥി കൂടി ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തിലേക്ക് വരുന്നതിന് മുമ്പ് പ്രേക്ഷകർ തന്നെ പറയുന്നുണ്ട്, ഒരു എക്സലന്റ് പാനലാണ്, നല്ല വിഷയമാണ് ചർച്ച ചെയ്യുന്നത് എന്നുള്ളത് മാത്രമല്ല, തൊഴിൽ സാധ്യത സത്യസന്ധമായി എത്രയുണ്ട് എന്ന് കണ്ടെത്തണമെന്ന്. ശ്രീ സന്ദീപ് ബജസ്പതി, നമസ്തേ, സ്വാഗതം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ക്യാമറ ഓൺ ആവുന്നതിന് മുമ്പ്. സ്വാഗതം. ഞങ്ങൾ തികഞ്ഞ ആവേശത്തിലാണ്, തികഞ്ഞ ആമോദത്തിലാണ്. രാവിലെ 7 മണി കഴിഞ്ഞപ്പോൾ ജനം TV-യുടെ ക്യാമറമാൻ വിവേകിൻ്റെ ക്യാമറ കണ്ണുകളിൽ ചക്രവാളത്തിൽ നിന്ന് ഇങ്ങനെ തെളിഞ്ഞ് വന്ന ആ മദർഷിപ്പ് അത് അടുത്ത് വന്ന് യാഥാർത്ഥ്യമാണെന്ന് നാട്ടുകാരുടെ മുന്നിൽ, പ്രേക്ഷകരുടെ മുന്നിൽ സ്ഥാപിച്ച് ഒടുവിൽ കൃഷ്ണരാജ് പറഞ്ഞ പോലെ തീരത്ത് മുത്തമിട്ടപ്പോൾ, കപ്പലുമ്മ തന്നപ്പോൾ, ബർത്ത് ചെയ്തപ്പോൾ 1000 സ്വപ്നങ്ങൾ, ലക്ഷക്കണക്കിന് തൊഴിൽ സാധ്യതകളാണ് തെളിയുന്നത് എന്നുള്ളതിൻ്റെ ഇതെല്ലാം 24 മണിക്കൂറിൽ 48 മണിക്കൂറിൽ നടക്കും എന്നുള്ളതല്ല. പക്ഷേ വിഴിഞ്ഞത്തിന്, തിരുവനന്തപുരത്തിന്, കേരളത്തിന്, ഭാരതത്തിന് ഉണ്ടാകേണ്ട ഒരു വലിയ വികസന കുതിപ്പ്, ഈ ഭാരതത്തെ ലോകത്തിലെ 3ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി വളർത്തും എന്നുള്ള പ്രധാനമന്ത്രിയുടെ വാഗ്ദാനത്തിനുള്ള ഒരു വലിയ ഘടകമാണ് ഇന്ന് യാഥാർത്ഥ്യമാകുന്നത്. ഇത് നൽകുന്ന സന്ദേശം അതിലൂടെ ഒന്ന് ആരംഭിക്കാമോ? മറ്റ് വെല്ലുവിളികൾ, ഉണ്ടായ തടസ്സങ്ങൾ, അതിലേക്കൊക്കെ വരാം. ശ്രീ സന്ദീപ്. കേരളത്തിന് മാത്രമല്ല രാജ്യത്തിന് തന്നെ മുതൽക്കൂട്ടാകുന്ന ഒരു പദ്ധതിയാണ് ഇത് എന്ന കാര്യത്തിൽ ആർക്കും സംശയമുണ്ടാകില്ല. കാരണം ഇത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത് എന്തുകൊണ്ട് വൈകി എന്നതിന് മാത്രമേ ആശങ്കയുള്ളൂ, അല്ലെങ്കിൽ ഒരു സങ്കടമുള്ളൂ. പക്ഷേ വൈകിയെങ്കിലും എത്തിയല്ലോ എന്നാണ് ഇപ്പോൾ ആശ്വസിക്കുന്നത്. കാരണം എത്രയോ തടസ്സങ്ങളെ അതിജീവിച്ചുകൊണ്ടാണ് ഇത്തരമൊരു പദ്ധതി കേരളത്തിൽ യാഥാർത്ഥ്യമാകുന്നത്. അതിൽ നമുക്ക് ഏവർക്കും അഭിമാനമുണ്ട്, ആഹ്ലാദവുമുണ്ട്, തീർച്ചയായും വലിയ പ്രതീക്ഷയുമുണ്ട്. കാരണം ഇത് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 1940 മുതൽ, അല്ലെങ്കിൽ തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ കാലഘട്ടം, അല്ലെങ്കിൽ സർ CP രാമസ്വാമി അയ്യർ ഇവിടെ തിരുവിതാംകൂറിൻ്റെ ദിവാനായിരുന്ന കാലഘട്ടം മുതൽ പ്രപ്പോസ് ചെയ്തൊരു പദ്ധതിയാണ് വിഴിഞ്ഞം തുറമുഖം എന്നുകൂടി നാം അറിയണം. അപ്പോഴാണ് നമ്മളുടെ ഭരണകൂടങ്ങൾ, ഇത്ര കാലവും നമ്മെ മാറി മാറി ഭരിച്ചിരുന്നവർ എത്രമാത്രം പരാജയമായിരുന്നു എന്ന് നാം വിലയിരുത്തേണ്ടി വരിക. അതിൽ ഞാൻ രാഷ്ട്രീയമൊന്നുമല്ല പറയുന്നത്, പക്ഷേ അതൊരു യാഥാർത്ഥ്യമാണ്. കാരണം ദിവാൻ്റെ കാലത്ത് പ്രപ്പോസ് ചെയ്തൊരു പദ്ധതി പിന്നീട് എനിക്ക് തോന്നുന്നു, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ, ഓർമ്മ ശരിയാണെങ്കിൽ 1946-45 കാലഘട്ടമായപ്പോൾ ബ്രിട്ടീഷുകാർ തന്നെ നേരിട്ട് വന്ന് ഇവിടെ ഒരു എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് വന്ന് പഠനം നടത്തുകയും അവർ ഇതിൻ്റെ ഒരു ഫീസിബിലിറ്റി ഒക്കെ നോക്കി അന്നത്തെ ബ്രിട്ടീഷ് ഗവൺമെൻറ് റിപ്പോർട്ട് നൽകുകയാണ്. പിന്നീടാണ് നമുക്കറിയാം ഭരണമാറ്റം ഉണ്ടാവുകയും നമ്മളുടെ ഗവൺമെൻറ് വരികയും ഒക്കെ ചെയ്തു. പക്ഷേ അന്ന് നിന്നുപോയ ഒരു പദ്ധതി പിന്നീട് എനിക്ക് തോന്നുന്നു 1990-കളുടെ മധ്യഭാഗത്തോടു കൂടിയാണെന്ന് തോന്നുന്നു ഇതിന് വീണ്ടും ജീവൻ വെക്കുന്നത്. അതൊക്കെ ഏലിയ സാറിന് അത് വളരെ കൃത്യമായി പറയാൻ പറ്റുമെന്നുള്ളത് കൊണ്ട് ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നില്ല. പക്ഷേ എങ്കിലും അത്രമാത്രം വൈകിയ ഒരു പദ്ധതി നമ്മളുടെ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ കയ്യിലേക്ക് കിട്ടിയപ്പോൾ എത്രമാത്രം വിവാദമുണ്ടായി എന്ന് കൂടി നാം ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നീട് മാറി മാറി വന്ന സർക്കാരുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞ് ഏതായാലും ഇത് 2015-ലാണ് ഇത് യാഥാർത്ഥ്യമാകുന്നത്, അല്ലെങ്കിൽ ഒരു കരാറിലേക്ക് വരുന്നത് 2015 ജൂൺ മാസത്തിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ജൂൺ 10 ഓർമ്മ. 2015 ജൂൺ 10 ഇത് യാഥാർത്ഥ്യമാകുമ്പോഴേക്കും എത്രമാത്രം അവസരങ്ങളെ, നമ്മളുടെ വിദേശ നിക്ഷേപത്തെ, നമ്മളുടെ നാടിൻ്റെ വളർച്ചയൊക്കെയാണ് നാം പിറകോട്ടടിച്ചത് എന്നുകൂടി ഓർക്കണം എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ ഹലോ കേൾക്കാം ശ്രീ സന്ദീപ്, തുടരൂ. കേൾക്കാം. തീർച്ചയായും. അപ്പോൾ
എന്തായാലും 2015 അത് യാഥാർത്ഥ്യമായി എന്നത് സംബന്ധിച്ച് നമുക്ക് ഏവർക്കും അഭിമാനമുണ്ട്. പക്ഷേ ഞാനപ്പോൾ എനിക്ക് എൻ്റെ ഒരു ഇവിടെ എക്സ്പെർട്ട് പാനലുകൾ ഉള്ളത് എങ്കിലും എനിക്കതിനകത്ത് ഇപ്പോൾ തോന്നുന്ന ഒരു കാര്യം, ഇന്ന് ഇവിടെ നമുക്കറിയാം നേരത്തെ ഒരു ക്രെയിൻ വന്നപ്പോൾ നാം വലിയ ഒരു ആഹ്ലാദ പ്രകടനം നടത്തി. ഇപ്പോൾ ഒരു മദർഷിപ്പ് എന്ന പേരിലൊരു കണ്ടെയ്നർ വരുമ്പോൾ നാം വീണ്ടും വലിയ വലിയ കോലാഹലങ്ങളൊക്കെയാണ് നടന്നത്. സത്യത്തിൽ ഇത് ഇത്രമാത്രം ആഘോഷിക്കേണ്ടതുണ്ടോ എന്നുകൂടി ഒന്ന് ചിന്തിക്കണം. കാരണം കേരളത്തിൻ്റെ വികസനത്തിൽ ഇതൊരു നാഴികക്കല്ല് തന്നെയാണ്. പക്ഷേ എങ്കിലും ഇതൊരു ട്രയൽ റൺ നടക്കുമ്പോൾ തന്നെ ഇത് വരാനിരിക്കുന്നുള്ളൂ. ഇതിൻ്റെ ഉദ്ഘാടനം എനിക്ക് തോന്നുന്നു ഒക്ടോബർ മാസത്തിലോ നവംബർ മാസത്തിലോ ഒക്കെ ആകും നടക്കാൻ പോകുന്നത്. പക്ഷേ ഒരു ക്രെയിൻ വരുമ്പോൾ നാം വലിയ രീതിയിൽ ആഹ്ലാദിക്കുന്നത്, അതിനൊക്കെ ആഹ്ലാദിക്കാൻ നമുക്ക് അവകാശമുണ്ട്, ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ എങ്കിലും ഇതൊരു സാങ്കേതിക പരിജ്ഞാനമുള്ളവർ ഇത് കാണുമ്പോൾ ഇത് ഈ ഇന്നത്തെ സംസ്ഥാന സർക്കാർ കാണിക്കുന്ന ഒരു എക്സ്ട്രാ വഗൻസ് എന്ന് നമ്മൾ പറയുന്ന തരത്തിലുള്ള വലിയ ഒരു ആഹ്ലാദം എന്തിനാണ് എന്നൊരു ചോദ്യം കൂടി ഒരു സാമാന്യ സാധാരണ അതിലേക്ക് വരാം. കാരണം ഇത് ആഹ്ലാദിക്കുന്നവരുടെ പക്ഷത്താണ് ഞാൻ. അത് നമ്മുടേതാണ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ക്ലെയിം, ഇതിൻ്റെ ഒരു ഓണർഷിപ്പ് ആരും കൊണ്ടുപോകേണ്ട എന്നുള്ളതിൽ ഞാൻ സമ്മതിക്കുന്നു. അതേസമയം തന്നെ എന്നോ കിട്ടേണ്ടിയിരുന്ന ഒരു പദ്ധതി, എന്നോ യാഥാർത്ഥ്യമാകേണ്ടിയിരുന്ന ഒരു പദ്ധതി ഇന്ന് സഭ ചർച്ച ചെയ്ത് യുവാക്കൾ എന്തുകൊണ്ട് കേരളം വിട്ടു പോകുന്നു എന്നാണ്. അത് ഇതുവരെ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടില്ല. യുവാക്കൾ എന്തുകൊണ്ട് കേരളം വിട്ടു പോകുന്നു എന്നുള്ളത് കണ്ടുപിടിച്ചിട്ടില്ല. മാത്രമല്ല ആരും പോകേണ്ടതില്ല എന്നും ചിലർ പറഞ്ഞു വയ്ക്കുന്നുമുണ്ട് സർക്കാർ. ഞാൻ അതിലേക്കിപ്പം വഴി തിരിച്ചു വിടുന്നില്ല. നമുക്ക് ഇത് ഒരുക്കുന്ന സാധ്യതകളിലേക്ക് കൂടി ഒന്ന് വന്നിട്ട് ഈ ആഹ്ലാദം എന്ന് പറയുന്നത് നടക്കില്ല, നടപ്പാക്കില്ല എന്നുള്ള ചില വാശികൾ, ചില ഛിദ്രശക്തികൾ, അവയ്ക്കുമേൽ നേടിയ വിജയത്തിൻ്റെ ഒരു സിമ്പൽ കൂടിയാണ് ഇത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആഹ്ലാദിക്കണം എന്ന് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ പേരിൽ ക്രെഡിറ്റ് എടുക്കാൻ ആരും വരണ്ട എന്നുള്ള താങ്കളുടെ വാദത്തോട് ഞാൻ യോജിക്കുന്നു. ഒരിക്കൽ കൂടി നമ്മുടെ സാങ്കേതിക വിദഗ്ധൻ ശ്രീ സതീഷ് ഗോപി സാറിലേക്ക് പോവുകയാണ്. റിട്ടയർഡ് ഹൈഡ്രോഗ്രാഫറാണ് അദ്ദേഹം. താങ്കൾ പറഞ്ഞു നിർത്തിയത് ടേൺ അറൗണ്ട് ടൈമിലാണ്. അതായത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം നമ്മുടെ പ്രേക്ഷകർ തന്ന സന്ദേശം അനുസരിച്ചും ഇവിടെ പഠിച്ചപ്പോഴും മനസ്സിലാക്കിയത്, ഒരു തുറമുഖം അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഷിപ്മെൻറ്റ് ടെർമിനൽ എത്ര എഫിഷ്യൻ്റ് ആണ് എന്നുള്ളതിൻ്റെ ഒരു സൂചന എന്ന് പറയുന്നത് എത്ര വേഗത്തിൽ ഈ മദർഷിപ്പിൽ നിന്ന് ആ കണ്ടെയ്നറുകൾ ചരക്ക് ഇറക്കി അതിന് തിരിച്ചു പോകാൻ കഴിയും. അതുതന്നെയല്ലേ ടേൺ അറൗണ്ട് ടൈം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ പ്രസക്തി, അത് നൽകുന്ന സാധ്യത, സൂചന എന്താണ് സതീഷ് ഗോപി സാർ? ടേൺ അറൗണ്ട് ടൈം ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ്. അത് മാത്രമല്ല, അടിവരയിട്ട് പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് വിഴിഞ്ഞം തുറമുഖത്തെ സംബന്ധിച്ചിടത്തോളം. ഇന്ന് ഇന്ത്യയിൽ മറ്റുള്ള പോർട്ടുകൾ ഒരു കണ്ടെയ്നർ ഇറക്കുന്നതിൻ്റെ പകുതി സമയം മതിയാകും വിഴിഞ്ഞത്ത് ഒരു കണ്ടെയ്നർ ഇറക്കുവാൻ. കാരണം ഇപ്പോൾ വന്നിരിക്കുന്ന ക്രെയിനെല്ലാം ഓട്ടോമേറ്റഡ് ക്രെയിനാണ്. മദ്രാസ് ചെന്നൈ IIT സ്വന്തമായിട്ട് രൂപകൽപ്പന ചെയ്ത ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ടാണ്, അതായത് ഭാരതത്തിൽ തന്നെ നമ്മൾ വികസിപ്പിച്ചെടുത്ത ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ക്രെയിനുകളെല്ലാം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ മാൻ പവർ എന്ന് പറയുന്നത് വളരെ കുറച്ച് മതി. മാൻ പവർ വളരെ കുറച്ച് മതി എന്ന് പറയുമ്പോൾ ഈ കണ്ടെയ്നറുകൾ, ഇപ്പോൾ 1000 കണ്ടെയ്നറുകൾ ഇവിടെ ഇറക്കുന്ന സമയം, അത് മറ്റൊരു പോർട്ടിൽ 1000 കണ്ടെയ്നർ ഇറക്കുന്ന സമയത്തിൻ്റെ പകുതി മതി. അങ്ങനെയുള്ളൊരു തുറമുഖം, അതായത് മദർ പോർട്ട് നമ്മളിവിടെ വിഭാവനം ചെയ്യുമ്പോൾ നമുക്ക് ഇന്ത്യയിൽ ഇല്ലാതിരുന്ന എന്താണ്, വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു മദർ പോർട്ട്. ഇന്ന് ഇന്ത്യയിൽ മൊത്തം കാർഗോ, എല്ലാ തുറമുഖങ്ങളും കൈകാര്യം ചെയ്യുന്ന കാർഗോ അതിനേക്കാളും കൂടുതലാണ് ചൈനയിലെ ഒരേ ഒരു പോർട്ട്, ചൈനയിലെ ഏറ്റവും വലിയ പോർട്ടായ ഷാങ്ഹായ് പോർട്ട് കൈകാര്യം ചെയ്യുന്നത്. അപ്പം നമ്മൾ എത്രത്തോളം പിറകിലാണ് എന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പം ഈ തുറമുഖം വന്നപ്പോൾ തന്നെ ഈ തുറമുഖത്തിൻ്റെ പ്രവർത്തനം നിർത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ചില സമരങ്ങളും കോലാഹലങ്ങളും എല്ലാം വന്നു. നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിയെ പിന്നോട്ടടിക്കുന്നതല്ലേ. 140 ദിവസം അത് പിന്നോട്ടടിപ്പിക്കാൻ സഹായിച്ചു. എന്ത് നേടി എന്ന് ചോദിച്ചാൽ അതിനുത്തരമില്ല. ഒരു കാര്യം കൂടെ പറയണം, എനിക്ക് ഈ ചർച്ചയിൽ പറയണമെന്നുണ്ട്. അതായത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, 1987-88 കാലഘട്ടത്തിൽ തിരമാലയിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുവാൻ വേണ്ടി മദ്രാസ് IITയിലെ ഒരു പ്രോജക്റ്റ് വിഴിഞ്ഞത്ത് വന്നു. അത് ഡോക്ടർ ജയകുമാർ എന്ന ഒരാളിൻ്റെ, അദ്ദേഹത്തിൻ്റെ ഡോക്ടർ ജയകുമാർ സാറിൻ്റെ പ്രോജക്റ്റായിരുന്നു. അദ്ദേഹത്തിന് PhD കിട്ടുന്ന പ്രോജക്റ്റാണ്. ആ പ്രോജക്റ്റ് സെൻട്രൽ ഗവൺമെൻറ് ഫണ്ടിങ് ചെയ്തിട്ട് ഈ പ്രോജക്റ്റ് പ്രവർത്തനം എവിടെയെങ്കിലും ഇത് പ്രാവർത്തികമാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വിഴിഞ്ഞം തീരം തിരഞ്ഞെടുത്തു. അന്ന് വിഴിഞ്ഞം തീരത്ത് വന്നത് IITയിലെ ഏറ്റവും വലിയ എക്സ്പേർട്ടായ
ഡോക്ടർ രവീന്ദ്രൻ സാർ. അദ്ദേഹം ഏഷ്യയിൽ അറിയപ്പെടുന്ന ഒരു പിന്നീട് ഈ എന്താ പറയുക ഓഷൻ എഞ്ചിനീയറിങ്ങിലെ എക്സ്പേർട്ടാണ്. അദ്ദേഹം വന്നിട്ട് അവിടെ വന്ന് ഈ പിന്നീട് തിരമാലയിൽ നിന്നും വൈദ്യുതി ഉണ്ടാക്കുന്ന കെയ്സൺ എവിടെ സ്ഥാപിക്കണം എന്നുള്ള ലൊക്കേഷൻ അദ്ദേഹം ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഹൈഡ്രോഗ്രാഫിക് സർവേ ചാർട്ട് ചോദിച്ചു. അപ്പോൾ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റാണ്, ഹൈഡ്രോഗ്രാഫിക് സർവേ ഡിപ്പാർട്ട്മെൻറ്റാണ് ഇത് തയ്യാറാക്കുന്നത്. അപ്പോൾ ഹൈഡ്രോഗ്രാഫിക് സർവേ ചാർട്ട് അദ്ദേഹത്തിൻ്റെ കൊണ്ടുവന്ന് കൊടുത്തു. അദ്ദേഹം ഈ ചാർട്ട് ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, ഇവിടെ സ്വാഭാവിക ആഴം 18 മീറ്റർ ഉണ്ടോ, ഇതിലെന്തോ മിസ്റ്റേക്ക് ഉണ്ട്, പഴയ ചാർട്ടെല്ലാം എടുക്കാൻ പറഞ്ഞു. അങ്ങനെ പഴയ ചാർട്ടെല്ലാം എടുത്ത് നോക്കിയിട്ട് അദ്ദേഹം പറഞ്ഞു, ഇത്രയും ആഴമുള്ള ഒരു സ്ഥലം, ഇവിടെ ലീസ്റ്റ് ലിത്തോറൽ ഡ്രിഫ്റ്റാണ്, അടിയിൽ മണലിൻ്റെ ചലനമൊന്നും കാണുന്നില്ല. എന്നാൽ നിങ്ങളുടെ എല്ലാ മാസത്തെയും ഹൈഡ്രോഗ്രാഫിക് ഇൻവെസ്റ്റിഗേഷൻ ഞാൻ എടുത്ത് നോക്കുകയാണ്, അതിലെ അടിഭാഗത്ത് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ സ്വാഭാവിക ആഴം ഇവിടെ നിലനിൽക്കുന്നു, ഇത്രയും ആഴമുണ്ട്, ഇവിടെ ടൈഡൽ വേരിയേഷൻ എത്രയാണെന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങളെപ്പോലെയുള്ള ഹൈഡ്രോഗ്രാഫിക് സർവേയിലെ ആൾക്കാരൊന്ന് ഫീൽഡിലുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, സാർ ഇവിടെ ഒരു ഫീറ്റാണ്, 1 ഫീറ്റാണ്, 30 സെൻറ്റിമീറ്ററാണ്. അദ്ദേഹം പറഞ്ഞു നെഗ്ലിജിബിൾ, നമുക്ക് ഇത്രയും സാധ്യതയുള്ള ഒരു ഇത് കിടന്നിട്ട് നമ്മൾ എന്തുകൊണ്ട് ഇവിടെ ഒരു കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെൻറ്റ് ടെർമിനൽ നിർമ്മിക്കുന്നില്ല, നമുക്ക് ഇന്ത്യയിൽ ഇല്ലാത്തത് അതാണ് എന്ന് അദ്ദേഹം ഊന്നി പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഇത്രയും ആഴമുണ്ടെങ്കിൽ നിങ്ങളുടെ ആൾക്കാരെല്ലാം എന്ത് ചെയ്യുകയായിരുന്നു എന്ന് അദ്ദേഹം ചോദിച്ചു. അവിടെ നിന്നാണ് പിന്നീട് ജയകുമാർ സാറിൻ്റെ ആ ഒരു പ്രോജക്റ്റ് കഴിഞ്ഞതിന് ശേഷം ജയകുമാർ സാർ തന്നെ അദ്ദേഹം തന്നെ അതിൻ്റെ ഇൻട്രസ്റ്റ് എടുത്ത് അതിൻ്റെ ആദ്യ പ്രവൃത്തികൾ ചെയ്തു. അത് വളരെ അടിവരയിട്ട് പറയേണ്ടതാണ്, കാരണം ഇതിൽ ചിലർ വിസ്മരിക്കപ്പെട്ടു പോകും. അത് കഴിഞ്ഞതിന് ശേഷം 2005 VISL ഫോം ചെയ്തു, വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡ് എന്നും പറഞ്ഞ് ഒരു ഗവൺമെൻറ് കമ്പനി ഫോം ചെയ്തപ്പോൾ അതിലെ CEO ആയി, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി ഡോക്ടർ ജയകുമാർ അദ്ദേഹത്തിനെ തന്നെ നിയമിച്ചു. അദ്ദേഹത്തിൻ്റെ കീഴിൽ ഞാൻ പിന്നീട് സീനിയർ മാനേജർ പ്ലാനിംഗ് ആയിട്ട് വന്നു. അപ്പോൾ ആ ഒരു ടീം വർക്ക്, അന്ന് ചെയ്ത ഇൻവെസ്റ്റിഗേഷൻ, അന്ന് ഈ മേഖലയിൽ നടത്തിയിട്ടുള്ള ഒത്തിരി പഠനങ്ങൾ, അത് ലാർസൻ ആൻഡ് ടൂബ്രോ, L&T റാംബോൾ അതുപോലെയുള്ള പ്രമുഖ കമ്പനികളാണ് വന്ന്, ലോകത്തിലെ പ്രശസ്ത കമ്പനികളാണ് വന്ന് കംപ്ലീറ്റ് ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ സർവേ ചെയ്യാനായിട്ട് അദ്ദേഹം പറഞ്ഞു, നമ്മുടെ ഹൈഡ്രോഗ്രാഫിക് സർവേ വിഭാഗം കേരളത്തിൻ്റെ വേണ്ട, ഒരു ഇൻ്റർനാഷണൽ കമ്പനി തന്നെ വന്ന് ഇൻവെസ്റ്റിഗേഷൻ കടലിൽ നടത്തട്ടെ. അങ്ങനെ വന്ന് കടലിൽ നടത്തി. ഫൂഗ്രോ എന്ന് പറയുന്ന ഒരു ഇൻ്റർനാഷണൽ കമ്പനിയാണ് വന്ന് സർവേ നടത്തിയത്. ആ സർവേ നടത്തി ഇതെല്ലാം വന്നു. ഈ തുറമുഖം എത്രയും വേഗം വരണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു. അവിടെ കുറേ വീഴ്ച ഈ നമ്മുടെ ഈ രാഷ്ട്രീയ നേതൃത്വത്തിനുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ഉണ്ട്. ഒരു മിനിറ്റ് ശ്രീ സതീഷ് ഗോപി സാർ, അതിലേക്ക് വരാം. ശ്രീ ഏലിയസ് ജോൺ, കൃത്യമായ ഒരു പോയിന്റിലേക്കാണ് ശ്രീ സതീഷ് ഗോപി സാർ കൊണ്ട് എത്തിച്ചു നിർത്തിയിരിക്കുന്നത്. താങ്കൾ പറഞ്ഞു ഇതിൻ്റെ ആവശ്യകത, ഇതിൻ്റെ സാധ്യത ഒക്കെ ബോധ്യപ്പെട്ടിട്ടാണ് മാധ്യമരംഗത്ത് തിളങ്ങിയെന്ന താങ്കൾ ഇതിലേക്ക് ഇറങ്ങിത്തിരിച്ചത് എന്നാണ്. പെട്ടെന്ന്, കാര്യം നമ്മുടെ സമയത്തിൻ്റെ പകുതി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ ഓരോരുത്തരും പറയുന്നത് ഓരോ മണിക്കൂർ ചർച്ച ചെയ്യാനുള്ള കണ്ടന്റ് ഉണ്ട്, അതിനുള്ള കാര്യങ്ങളുണ്ട്. പക്ഷെ നമുക്ക് ആകെ കഷ്ടിച്ച് 1 മണിക്കൂറേ ഉള്ളൂ. വളരെ പെട്ടെന്ന് ഇതിനായി താങ്കൾ ഇറങ്ങിത്തിരിച്ചപ്പോൾ പൂമാലയിട്ട് സ്വീകരിക്കുകയോ പൂമത്ത് വിരിക്കുകയോ പട്ടുപരവതാനി വിരിക്കുകയോ ഒന്നുമല്ല ചെയ്തത്. മാത്രമല്ല, എന്തിന് ഇതിനെതിരെ താങ്കൾ ജനക്കൂട്ടത്തെ സംഘടിപ്പിച്ചു, അല്ലെങ്കിൽ നാട്ടുകാരെ സംഘടിപ്പിച്ചു എന്ന് പറയുന്നു. അതുപോലെ സംഘടിപ്പിച്ച മറ്റൊരു വിഭാഗവും ഉണ്ടായിരുന്നില്ലേ? എന്തായിരുന്നു ഉദ്ദേശം? എവിടെ നിന്നായിരുന്നു ഇതിൻ്റെ പിന്തുണ അല്ലെങ്കിൽ ഫണ്ടിങ്? രാജ്യത്തിനെതിരായിട്ടാണോ അതോ കേരളത്തിനെതിരായിട്ടാണോ? ഇത് കൃത്യമായും ഇപ്പോൾ അതിൻ്റെ യഥാർത്ഥ ചിത്രങ്ങളൊക്കെ രൂപപ്പെട്ട് വരുന്നുണ്ട്. ഞങ്ങൾക്ക് ചില സംശയങ്ങൾ മാത്രമാണ്, തെളിവുകളില്ലാത്ത ചില സംശയങ്ങളായിരുന്നു എവിടെ നിന്നാണ് ഈ എതിർപ്പ് വരുന്നതെന്നുള്ളത്. സ്വാഭാവികമായും ഒരു വ്യാപാരം നടക്കുന്ന, നമ്മുടെ നാട്ടിലൊരു കട നടത്തുന്ന ആൾ പോലും തൊട്ടടുത്തൊരു കട വരുമ്പോൾ അയാൾ അസ്വസ്ഥനാകും. ഞാനതിന് എപ്പോഴും ഒരു ഉദാഹരണം പറയുന്നത്, അയാൾ കഥ പറയുമ്പോൾ ശ്രീനിവാസനും ജഗദീഷിൻ്റെ 2 ബാർബർ ഷോപ്പുകളാണ്. ജഗദീഷിൻ്റെ ബാർബർ ഷോപ്പ് ഇങ്ങനെ അടിച്ചു പൊളിച്ച് നിൽക്കുമ്പോൾ ശ്രീനിവാസൻ നന്നാക്കാൻ ശ്രമിക്കുന്നത് പാര വയ്ക്കാൻ ശ്രമിക്കുകയാണ് ജഗദീഷ്. ഇത് തന്നെയാണ് ഇതിൻ്റെ ഒരു ഗ്ലോബൽ മാഗ്നിറ്റ്യൂഡിലാണ് കൊളംബോ, സിംഗപ്പൂർ, ദുബായ്, സലാല, പോർട്ട്ക്ലാങ് ഇത്തരം പോർട്ടുകൾ ഇന്ത്യയുടെ കാർഗോ വരെ ഉപയോഗപ്പെടുത്തി അവർ വളരെ നന്നായിട്ട് ബിസിനസ് ചെയ്തു പോകുമ്പോൾ, പുതിയൊരു തുറമുഖം ഇന്ത്യയിൽ വരുന്നു എന്ന് പറയുമ്പോൾ അത് അവരുടെ ബിസിനസ്സിനെയും അവരുടെ നിലനിൽപ്പിനെയും അവരുടെ ഫ്യൂച്ചർ പ്ലാനിങ്ങിനെയും
തകിടം മറിക്കുന്നതാണെന്ന് വളരെ പെട്ടെന്ന് നമ്മളെക്കാൾ നന്നായിട്ട് അവർക്കറിയാം. അപ്പോൾ അവരെന്ത് ചെയ്യും? ലോകം മുഴുവൻ നടക്കുന്ന പ്രവർത്തനം തന്നെയാണ്. അവർ ഈ പ്രോജക്റ്റ് എങ്ങനെ വരാതിരിക്കാൻ പറ്റും എന്നുള്ളത് ഒരു കാർട്ടൽ ഫോം ചെയ്തുകൊണ്ട് അവർ അതിനുള്ള എല്ലാ കരുക്കളും നീക്കി. ഇതിനേക്കാൾ ശക്തമാണ് ചൈന എന്ന് പറയുന്ന ഒരു രാജ്യം ഈ പ്രോജക്റ്റിനെതിരെ നടത്തിയ നീക്കങ്ങൾ. അതിപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് അത്തരം കാര്യങ്ങളെല്ലാം പുറത്തു വരികയാണ്. എന്തുകൊണ്ടാണ് ചൈന ഈ രംഗത്ത് തുടക്കം മുതൽ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ, ആദ്യത്തെ ടെൻഡർ കേരള ഗവൺമെൻറ് അനൗൺസ് ചെയ്ത ആദ്യത്തെ ടെൻഡറിൽ പങ്കെടുക്കുന്നത് ചൈനയിലെ 2 പൊതുമേഖലാ സ്ഥാപനങ്ങളാണ്, സർക്കാർ സ്ഥാപനങ്ങളാണ്. അപ്പോൾ ഒരു സർക്കാർ സ്ഥാപനം മറുരാജ്യത്ത് പോയി എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതിന് പൊളിറ്റിക്കൽ ക്ലിയറൻസ് ഉണ്ടെങ്കിലേ നടത്താൻ പറ്റുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഈ വിഴിഞ്ഞത്തെക്കുറിച്ച് കേൾക്കുകയോ പഠിക്കുകയോ ചെയ്യുന്നതിന് മുമ്പ് ചൈന അവരുടെ ടോപ്പ് ലെവൽ ഭരണകൂടത്തിൻ്റെ ലെവലിൽ തന്നെ വിഴിഞ്ഞം എന്ന് പറയുന്ന ഒരു പോർട്ട് ഏറ്റെടുക്കണം എന്നുള്ളൊരു പൊളിറ്റിക്കൽ നീക്കം നടത്തുമ്പോൾ അവർക്ക് പല ഉദ്ദേശങ്ങളുണ്ട്. അതുകൊണ്ട് ഒരു പ്രോജക്റ്റ് ഏറ്റെടുത്ത് വിഭാവന ചെയ്ത് വളർത്തി ഇന്ത്യയെ അങ്ങ് രക്ഷപ്പെടുത്താൻ വേണ്ടിയല്ല അവരതിന് ശ്രമിച്ചതെന്ന് ഇപ്പോൾ നമുക്ക് കൃത്യമായും മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ 2 തരത്തിലാണ് വിഴിഞ്ഞത്തിനെതിരെ വന്ന നീക്കങ്ങൾ. ഒന്ന്, ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്ന സമീപത്തെ പോർട്ടുകൾ, വിഴിഞ്ഞത്തെ കാർഗോ കൊണ്ട് ബിസിനസ് നടത്തുന്ന പോർട്ടുകൾ. 2, ഭാവി അപകടം മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തിച്ച ചൈന. അപ്പോൾ ഇവർ 2 പേരും കൂടി ചേർന്ന് നമ്മുടെ നാട്ടിലുള്ള സ്വാധീനിക്കാൻ പറ്റുന്ന ആളുകളെ, കേന്ദ്രങ്ങളെ ഒക്കെ വളരെ വിദഗ്ധമായി സ്വാധീനിച്ച് പദ്ധതിക്കെതിരെ എല്ലാവർക്കും ബോധ്യപ്പെടുന്ന, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പരിസ്ഥിതി നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. മഴയും മരങ്ങളും കാറ്റും വെറുക്കുന്ന ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ ആ സെൻസിറ്റീവ് പോയിൻ്റാണ് പിടിച്ചത്. പരിസ്ഥിതി തകർക്കും, കടൽ തകർക്കും, മത്സ്യങ്ങളെ ഇല്ലാതാക്കും. മത്സ്യങ്ങൾ ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും ഉണ്ടോ? ഇപ്പം മത്സ്യങ്ങളില്ല, കടലില്ല എന്നൊക്കെ കേൾക്കുമ്പോൾ പെട്ടെന്ന് ആളുകളുടെ വികാരം ഉണരും. അവിടെയാണ് ഈ എതിർ ശക്തികൾ അവരുടെ ശ്രദ്ധ ചെലുത്തിയത്. അതിലൂടെ പാവപ്പെട്ട മനുഷ്യർ തെറ്റിദ്ധരിക്കപ്പെട്ടു. നമ്മുടെ അക്കാഡമിക് സമൂഹം, വളരെ വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറയുന്നവർ പോലും ഇങ്ങനെ ഒരു പദ്ധതി നമുക്ക് ആവശ്യമുണ്ടോ എന്നുള്ള ചോദ്യങ്ങൾ പല കോണുകളിൽ നിന്നുണ്ടായി. എഴുത്തുകാരുടെ ഇടയിലുണ്ടായി, പ്രാസംഗികരുടെ ഇടയിലുണ്ടായി, സാംസ്കാരിക നായകന്മാരുടെ ഇടയിലുണ്ടായി, പൊളിറ്റീഷ്യൻസിൻ്റെ ഇടയിൽ പോലും ഉണ്ടായി. ഇവിടെ ഈ കടൽ നശിപ്പിച്ചുകൊണ്ട്, കര നശിപ്പിച്ചുകൊണ്ട്, ശംഖുമുഖം ബീച്ച് തകർത്തുകൊണ്ട് ഒരു വികസനം വേണോ എന്നൊരുപാട് പേരുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഞങ്ങൾ ഉത്തരമില്ലാതെ പലപ്പോഴും നിൽക്കേണ്ടി വന്നു. പക്ഷെ ആത്യന്തികമായി രാജ്യത്തിൻ്റെ റവന്യൂ ചോരുന്നതാണ് ഈ പ്രോജക്റ്റ്. മാത്രമല്ല, നേരത്തെ പറഞ്ഞതുപോലെ, നാണു വിശ്വനാഥ് പറയുന്നത് പോലെ, നമ്മൾ വിഭാവന ചെയ്യുന്ന തരത്തിലുള്ള ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് തൊഴിലിൻ്റെ സാധ്യത മറുവശത്ത്. ഇതെല്ലാം കൂടി ചേരുമ്പോൾ എല്ലാ എതിർപ്പുകളെയും എല്ലാ ചോദ്യങ്ങളെയും നമുക്ക് നേരിടാൻ പറ്റുന്ന തരത്തിൽ വി ഹാവ് അക്യുമുലേറ്റഡ് ഇനഫ് വെപ്പൺസ്. എങ്ങനെയൊക്കെയോ അത് നടന്നു. ഞങ്ങൾ വളരെ കുറച്ച് പേരാണ്, ഒരു ശക്തിയുമില്ലാത്ത കുറച്ച് ആളുകൾ, ഒരു സാമ്പത്തികവുമില്ല, ഒരു വരുമാനവുമില്ലാത്ത കുറേ ആളുകളുടെ തീവ്രമായ ഒരു മോഹം മാത്രമാണ് ഇത്തരം സമരങ്ങളിലൂടെ ഈ വിഷയം ലൈവായിട്ട് നടത്താൻ ഞങ്ങൾ എല്ലാ കാലത്തും ശ്രമിച്ചു. സർക്കാരിൻ്റെ അജണ്ടകളിൽ നിന്നും ഒഴിവാക്കി പോകാൻ, വെട്ടിമാറ്റാൻ ഞങ്ങൾ അനുവദിച്ചില്ല. എല്ലാ കാലത്തും ഈ പ്രൊജക്റ്റ് സജീവമാക്കി നിന്നു. ചർച്ചകളിലുണ്ടായിരുന്നു, മാധ്യമ ശ്രദ്ധകളിൽ കൊണ്ടുവരാൻ ശ്രമിച്ചു. അതുകൊണ്ട് തന്നെ ഒരു ഘട്ടത്തിലും ഈ 30 വർഷത്തിൽ ഒരു 10 വർഷം ഒരു പക്ഷേ അത്ര പ്രാധാന്യം കൈവന്നിട്ടില്ല. കഴിഞ്ഞ 20 വർഷം വളരെ സജീവമായി എല്ലാ ഗവൺമെൻറ്റിൻ്റെയും പ്രധാന അജണ്ടയാക്കി മാറ്റാനും അറ്റ്ലീസ്റ്റ് ടെൻഡർ നാടകങ്ങൾ പോലുള്ളതൊക്കെ ഇവിടെ നമുക്ക് കാണാനുമൊക്കെ പറ്റി. അപ്പോൾ ആ ഒരു ജനങ്ങളെ സംഘടിപ്പിക്കുവാൻ മാധ്യമങ്ങൾ വഴിയും അല്ലാതെയുമുള്ള പ്രവർത്തനം നടത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ പ്രോജക്റ്റ് പൊളിറ്റിക്കലായിട്ട് അവർക്ക് എതിർക്കാൻ കഴിയാതെ വന്നത്. കാരണം ഞങ്ങൾ ഏറ്റവും താഴെത്തട്ടിൽ പാർട്ടികളുടെ ബ്രാഞ്ച് കമ്മിറ്റികൾ അല്ലെങ്കിൽ ഈ മണ്ഡലം കമ്മിറ്റികൾ ഈ ലെവലിലൊക്കെ ആയിരുന്നു ഞങ്ങളുടെ പ്രവർത്തനം. സാധാരണക്കാരെ പഠിപ്പിക്കുക, തിരിച്ച് അവരുടെ ചോദ്യങ്ങളായിട്ട് ക്ഷമിക്കണം, കാര്യം എനിക്ക് ആ കഥ അതൊരു എപ്പിസോഡായി കേൾക്കേണ്ടതുണ്ട്. ശ്രീ സന്ദീപ് ബജസ്പതി, ആ പറഞ്ഞിടത്താണ് ഞാൻ ചോദിച്ച ആ ചോദ്യത്തിൻ്റെ പ്രസക്തിയും. ആ പറഞ്ഞ ഇടത്താണ് ഈ ആഹ്ലാദം എന്ന് പറയുന്നത്. ഇവിടെ എല്ലാം സാധ്യമായി എന്നില്ല. തീർച്ചയായിട്ടും ട്രയൽ റണ്ണാണ്, അതിനി നടക്കും. ഇപ്പോൾ വന്നത് ലോകത്തിലെ 2ാമത്തെ വലിയ ഈ ചരക്ക് ലൈനറായ മാസ്ക് ലൈൻസിൻ്റെ മദർഷിപ്പാണ്. പിന്നാലെ നമ്പർ 1 വരുന്നു, അതും ട്രയൽ. ഒരു പക്ഷേ 2-3 മാസം അങ്ങ് പറഞ്ഞതുപോലെ ആ തീയതി പോലും പ്രഖ്യാപിച്ചിട്ടില്ല, ഉദ്ഘാടനം അല്ലെങ്കിൽ രാജ്യത്തിന് സമർപ്പിക്കൽ. അപ്പോൾ പോലും ഒരു ഘട്ടം, ആദ്യ ഘട്ടം മാത്രമേ ആവുന്നുള്ളൂ. പല ഘട്ടങ്ങളായി ഇത് വികസിപ്പിക്കാനുണ്ട്. പക്ഷേ
രാഷ്ട്രീയം വേണ്ട എന്ന് അങ്ങും പറഞ്ഞു, ഞാനും രാഷ്ട്രീയം കാണുന്നില്ല എന്ന് പറഞ്ഞെങ്കിലും ഇതിലുമുണ്ടായിരുന്നില്ലേ സന്ദീപ് ഒരു രാഷ്ട്രീയം? ഇതിലുമുണ്ടായിരുന്നില്ല, ഇത് തകർക്കാൻ ശ്രമിച്ചതിൽ ഉണ്ടായിരുന്നില്ല സന്ദീപ് ഒരു രാഷ്ട്രീയം? തീർച്ചയായും അവിടെയാണ് നമ്മൾ ഇതിൻ്റെ രാഷ്ട്രീയം പറയാൻ നിർബന്ധിക്കപ്പെടുന്നത്. കാരണം ഞാൻ അതാണ് ആദ്യമേ പറഞ്ഞത്, ഈ ഒരു ആവേശം കാണുമ്പോൾ, അല്ലാതെ ഇത്രയും വലിയൊരു പ്രൊജക്റ്റിൻ്റെ ട്രയൽ നടത്തുന്നത് ഒന്നും ആഘോഷിക്കപ്പെടേണ്ടതില്ല, അല്ലെങ്കിൽ ജനശ്രദ്ധയിലേക്ക് കൊണ്ടുവരേണ്ടതില്ല എന്ന അഭിപ്രായത്തിലല്ല ഞാൻ പറഞ്ഞത്. കാരണം ഇപ്പോൾ ഇതിൻ്റെ ഒരു എന്താണ് പറയുക, നമ്മൾ ഉത്സാഹ കമ്മിറ്റിക്കാരായി നിൽക്കുന്ന ആൾക്കാർ, ഇപ്പോൾ കൊടിപിടിച്ച് മുന്നിൽ നടക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ ഇവരുടെ മുൻകാല ചെയ്തികൾ എന്തായിരുന്നു എന്ന് പരിശോധിക്കാൻ നാം ഓരോരുത്തരും നിർബന്ധിക്കപ്പെടുകയാണ്. ഇവിടെ ഇപ്പോൾ ശ്രീ ഏലിയാസ് ജോൺ വളരെ കൃത്യമായി പറഞ്ഞു ചൈനീസ് ഇടപെടലുകളെ പറ്റി. എനിക്ക് തോന്നുന്നു 2007 ക്ഷണിച്ച ഒരു കൊട്ടേഷനുമായി ബന്ധപ്പെട്ട് അന്ന് നമുക്ക് കേട്ടിട്ടുണ്ടാവും മുംബൈയിലെ സൂം ഡെവലപ്പേഴ്സ്, ഇന്ത്യയിലെ മുംബൈയിലെ സൂം ഡെവലപ്പേഴ്സും ചൈനയിലെ കായിദി ഇലക്ട്രോണിക്സ് പവർ കമ്പനിയും മുമ്പ് പറഞ്ഞതുപോലെ ചൈനീസ് ഗവൺമെൻറ് നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള ചൈന ഹാർബർ എഞ്ചിനീയറിംഗ് കമ്പനി CHEC, ഇവർ 3 പേരും ചേർന്നുള്ള ഒരു കൺസോർഷ്യമായിരുന്നു ഈ ടെൻഡർ നടപടികൾ അല്ലെങ്കിൽ കൊട്ടേഷൻ വിജയിച്ച് ഇന്ത്യയിലേക്ക് അവരുടെ വരവ് ഏകദേശം ഫൈനൽ ക്ലിയറൻസിന് നോക്കി നിൽക്കുന്ന ഒരു സാഹചര്യം ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. പക്ഷെ ആ സമയത്താണ് അന്ന് ഡിഫൻസ് മിനിസ്റ്റർ ആയിരുന്ന AK ആന്റണി, അദ്ദേഹത്തിന്റെ പേര് താൻ പറയാതെ പോകുന്നത് ശരിയല്ല, അന്ന് UPA സർക്കാരിന്റെ കാലഘട്ടത്തിലാണ് കമ്പനികളുടെ ചൈനീസ് ബന്ധം അല്ലെങ്കിൽ രാജ്യസുരക്ഷ. കാരണം ഇന്ത്യക്ക് ഏറ്റവും കൂടുതലുള്ള അതിർത്തി എന്നുള്ളത് സീ ബോർഡറാണ്. അപ്പോൾ സ്വാഭാവികമായി കര അതിർത്തിയെക്കാട്ടിൽ കൂടുതൽ കടൽ അതിർത്തിയുള്ള ഒരു രാഷ്ട്രമാണ് ഭാരതം. അതുകൊണ്ട് അത് മാത്രവുമല്ല, ഏതൊരു രാജ്യത്തിൻ്റെയും സെക്കൻഡ് ലെയർ സെക്യൂരിറ്റി എന്നുള്ളത് നാവികസേന തന്നെയാണ്, അപ്പോൾ കരസേന കഴിഞ്ഞാൽ. അപ്പോൾ നമ്മളുടെ രാജ്യസുരക്ഷയുമായി ബന്ധമുള്ളത് കൊണ്ട് ചൈനീസ് കമ്പനികളുടെ കൺസോർഷ്യം പറ്റില്ല എന്ന് പറഞ്ഞ് കേന്ദ്ര സർക്കാർ, അതിനകത്ത് രാഷ്ട്രീയമൊന്നുമില്ല, രാജ്യസുരക്ഷയെ മുൻനിർത്തി അതിനെ റദ്ദു ചെയ്തപ്പോൾ എന്തായിരുന്നു ഇന്നത്തെ ഭരണകക്ഷിയുടെ പ്രതികരണം എന്ന് നോക്കുന്നത് വളരെ കൗതുകകരമായിരിക്കും. എനിക്കൊന്ന് അന്നത്തെ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയുടെ ജനറൽ സെക്രട്ടറി ശ്രീ പ്രകാശ് കാരാട്ടായിരുന്നു. അന്ന് മുഖ്യമന്ത്രി VS അച്യുതാനന്ദനാണ്. VS അച്യുതാനന്ദനും പ്രകാശ് കാരാട്ടും അന്നത്തെ കേന്ദ്ര ഗവൺമെന്റിനെതിരെ അതിശക്തമായ നിശിതമായ വിമർശനമാണ് അഴിച്ചുവിട്ടത്. കാരാട്ട് പറഞ്ഞത്, എനിക്ക് മനസ്സിലാകുന്നില്ല എന്തിനാണ് ഈ കരാർ റദ്ദു ചെയ്തത്, കാരണം ചൈനീസ് കമ്പനി ഇന്ത്യയിലേക്ക് വന്നാൽ എന്താണ് കുഴപ്പം? കാരണം നേരത്തെ തന്നെ അന്ന് തൊട്ട് മുൻപ് ഭരിച്ച BJP സർക്കാരിൽ പ്രതിരോധ മന്ത്രിയായിരുന്ന ശ്രീമാൻ ജോർജ് ഫെർണാണ്ടസ്, അദ്ദേഹമാണ് പറഞ്ഞത് ഇന്ത്യയുടെ 1ാം നമ്പർ എനിമി ചൈനയാണ്, പാകിസ്ഥാൻ അല്ല എന്ന അദ്ദേഹത്തിന്റെ പ്രഖ്യാപനത്തിന്റെ ചുവട് പിടിച്ച് തന്നെയായിരുന്നു പിൽക്കാലത്ത് ഇന്ത്യൻ സർക്കാരിന്റെ പ്രതിരോധ നയങ്ങൾ പോലും രൂപീകരിക്കപ്പെട്ടതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ആ സാഹചര്യത്തിലാണ് അന്നത്തെ സർക്കാർ പ്രതിരോധ വകുപ്പ് ഇത് റദ്ദു ചെയ്തത്. പക്ഷേ അത് മനസ്സിലാക്കാൻ അന്ന് VS അച്യുതാനന്ദനോ പ്രകാശ് കാരാട്ടിനോ അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയ ബോധ്യം അവരെ സമ്മതിച്ചില്ല എന്നതാണ് യാഥാർത്ഥ്യം. അന്ന് അവർ കേന്ദ്ര സർക്കാരിനെതിരെ നിശിതമായ വിമർശനം ഉന്നയിച്ചു. കാരണം ചൈനീസ് കമ്പനി വരണം, അവർക്ക് വിഴിഞ്ഞം നടക്കുമോ ഇല്ലയോ എന്നൊന്നും ആയിരുന്നില്ല, ചൈനീസ് കമ്പനി ഇന്ത്യയിൽ വന്ന് നടത്തിയാൽ എന്തായിരുന്നു എന്നായിരുന്നു അന്നത്തെ ചോദ്യം. അപ്പൊ ചൈനയെ കൊണ്ടുവരാൻ വേണ്ടി ചുവന്ന പരവതാനി വിരിച്ചവരായിരുന്നു എന്ന് മാത്രമല്ല, പിന്നീട് നമുക്കറിയാം ആ ടെൻഡർ ആ കരാർ നടപടികൾ റദ്ദു ചെയ്തതിന് ശേഷം ഏറെക്കാലം മുടങ്ങിപ്പോയി. അപ്പോൾ എടുത്തു പറയേണ്ട ഒരു പേരാണ് ശ്രീമാൻ നിതിൻ ഗഡ്കരിയുടേത്. ഈ വിഴിഞ്ഞം തുറമുഖത്തിന്റെ തറക്കല്ലിട്ട വ്യക്തിയാണല്ലോ ശ്രീമാൻ നിതിൻ ഗഡ്കരി. അദ്ദേഹം ഇപ്പോഴും കേന്ദ്ര മന്ത്രിസഭയിൽ അംഗമാണ്. 1ാം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ശ്രീമാൻ നിതിൻ ഗഡ്കരിയുടെ ഒറ്റ ഇച്ഛാശക്തി, ഞാൻ ഉമ്മൻചാണ്ടിയുടെ പേര് മറച്ചു വെച്ചുകൊണ്ടോ മറന്നിട്ടോ അല്ല സംസാരിക്കുന്നത്, രാഷ്ട്രീയമായി എതിർചേരിയിൽ നിന്നയാളാണ് ഉമ്മൻചാണ്ടി എങ്കിൽ പോലും അദ്ദേഹത്തിന്റെ പ്രയത്നത്തെ കാണാൻ ഞാൻ അത്ര രാഷ്ട്രീയ അന്ധത ബാധിച്ച ആളൊന്നുമല്ല. ഉമ്മൻചാണ്ടി കൃത്യമായി ഇതിൽ ഇടപെട്ടിട്ടുണ്ട് എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ അപ്പോഴും നിതിൻ ഗഡ്കരി എന്ന് പറയുന്ന നേതാവിന്റെ, രാഷ്ട്രീയക്കാരന്റെ, മന്ത്രിയുടെ, ഭരണാധികാരിയുടെ ഇച്ഛാശക്തി ഒന്നുകൊണ്ട് മാത്രമാണ് നാം ഇന്ന് ഇവിടെ നിന്ന് വിഴിഞ്ഞത്തെ പറ്റി സംസാരിക്കുന്നത്. കാരണം അന്ന് നമുക്കറിയാം തൂത്തുക്കുടി പോർട്ടുമായി ബന്ധപ്പെട്ട് DMK-ക്ക് UPA സർക്കാരിൽ ഉണ്ടായിരുന്ന സ്വാധീനം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അന്ന് പോർട്ട് മന്ത്രാലയം, ഷിപ്പിംഗ് മന്ത്രാലയം DMK-യുടെ കൈവശമാണ്. അവർക്ക് തൂത്തുക്കുടിയാണ് അവർ ഡെവലപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മന്ത്രാലയം. അത് കേന്ദ്ര സർക്കാരിന് തൂത്തുക്കുടി വന്നാലും വിഴിഞ്ഞം വന്നാലും ഒരു രാജ്യത്തെ ഏത് തുറമുഖം വരുന്നത് കേന്ദ്രത്തിന് ഒരുപോലെയാണ്. അപ്പൊ സ്വാഭാവികമായും അന്നത്തെ നിതിൻ ഗഡ്കരിയുടെ ഒറ്റ ഇടപെടൽ, ഇതിന് കേരള സർക്കാർ വിഴിഞ്ഞം പദ്ധതിയുമായി മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ കേന്ദ്ര സർക്കാർ നൽകിയിട്ടുള്ള എല്ലാ അനുമതികളും, എൻവയോൺമെന്റൽ ക്ലിയറൻസ് അടക്കമുള്ള അനുമതികൾ റദ്ദാക്കുകയും ഓൾട്ടർനേറ്റീവായിട്ടുള്ള മറ്റൊരു തുറമുഖത്തിന് വേണ്ടി ആലോചിക്കുകയും ചെയ്യും. അതിന് നിങ്ങൾക്ക് അല്പസമയം കൂടി അനുവദിക്കുകയാണ് എന്ന നിതിൻ ഗഡ്കരിയുടെ ഇടപെടലാണ്
ഉമ്മൻചാണ്ടിയെ കൊണ്ട് ഈ തീരുമാനം എടുപ്പിച്ചത്. പിന്നീട് നടന്ന ചരിത്രമാണ്, ഞാനത് പറയുന്നില്ല, നമുക്കറിയാം. അങ്ങനെയാണ് അദാനി എന്ന അന്ന് തന്നെ രാജ്യത്ത് 6ഓളം തുറമുഖങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന വലിയ കമ്പനിയാണ് അദാനി. ഇപ്പം അദാനിയെ നിങ്ങൾക്ക് നരേന്ദ്രമോദിയുടെ അളിയനായിട്ടൊക്കെയാണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ കാണുന്നത്. അവർ കണ്ടോട്ടെ, നമുക്കതൊരു വിഷയമൊന്നുമില്ല. പക്ഷേ അദാനി വന്നില്ലായിരുന്നുവെങ്കിൽ വിഴിഞ്ഞം തുറമുഖം നടക്കുമായിരുന്നോ? എന്തായിരുന്നു അന്നത്തെ ദേശാഭിമാനിയുടെ ഫ്രണ്ട് പേജ്? കടൽ കൊള്ള എന്ന വെണ്ടയ്ക്ക എന്നാണോ മത്തങ്ങ എന്നാണോ പറയേണ്ടതെന്ന് അറിയത്തില്ല. ദേശാഭിമാനിയുടെ, എനിക്ക് തോന്നുന്നു ദേശാഭിമാനിയുടെ പ്രസ്സിൽ നിന്നും അവരുടെ പത്രം അടിച്ചിട്ടുള്ള ഏറ്റവും വലിയ ഹെഡിങ് അതാണെന്ന് തോന്നുന്നു. അത്രയും വലിയ എന്താ പറയുന്നത്, EMS മരിച്ചപ്പോഴോ നയനാരി മരിച്ചപ്പോൾ പോലും നിരത്താത്ത മത്തങ്ങ നിരത്തിയല്ലേ അന്ന് ദേശാഭിമാനി ഈ വിഴിഞ്ഞം തുറമുഖത്തെ എതിർത്തത്. കടൽ കൊള്ള എന്ന വലിയ ഹെഡിങ്ങോടുകൂടി അദാനിയുടെ വികൃതമായ കാരിക്കേച്ചറൊക്കെ വരച്ചുകൊണ്ട്. ഇപ്പോഴെന്താണ് ഇന്നത്തെ ദേശാഭിമാനിയുടെ ഹെഡിങ് കണ്ടപ്പോൾ? എന്താണ് വികസന വസന്തം, എന്തോ ഞാൻ ഓർക്കുന്നില്ല ആ ഹെഡിങ്. ഇന്ന് അവർ വലിയ പുരപ്പുറത്ത് കയറി നിന്ന് വിളിച്ചു പോവുകയാണ്. അപ്പൊ അദാനിയെ കേരളത്തിൽ കാലുകുത്താൻ സമ്മതിക്കില്ല. 600-6000 കോടി, എനിക്ക് സംഖ്യ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം, 600 കോടിയുടെ എന്തോ അഴിമതിയാണ് അദാനിയുമായി കരാറിൽ ഒപ്പിട്ടതിലെന്ന് ആരോപിച്ചവർ, എന്ന് കേരളത്തിലെ സ്തംഭിപ്പിച്ചവർ, എത്ര കാലം ഇവർ വിഴിഞ്ഞം തുറമുഖത്തിനെതിരെ സമരം ചെയ്തു. അപ്പൊ ഇന്നെന്തോ വലിയ കാര്യമായി ഞങ്ങൾ ഇത് എന്ത് നടപ്പാക്കുന്നു? ഈ കരാറിൽ കൃത്യമായുണ്ട്. നമുക്കറിയാം, ഏതൊരു സർക്കാരും ഒപ്പിടുന്ന കരാർ പാലിക്കാൻ കോൺസിക്യൂട്ടീവായിട്ട് വരുന്ന, തുടർച്ചയായി വരുന്ന അടുത്ത സർക്കാരിന് ബാധ്യതയുണ്ട്. സ്വാഭാവികമായി ഉമ്മൻചാണ്ടി ഒപ്പിട്ട കരാറായതുകൊണ്ട് പിണറായി വിജയൻ റദ്ദാക്കാൻ അവകാശമില്ലല്ലോ. കാരണം കേരള ഗവൺമെന്റ് ആണ്, ഉമ്മൻചാണ്ടി അല്ലല്ലോ ഒപ്പിടുക, ചീഫ് സെക്രട്ടറി അല്ലേ ഒപ്പിടുക. അപ്പോൾ കേരള ഗവൺമെന്റ് ഒപ്പിട്ട കരാർ തുടർന്നു കൊണ്ടുപോയത് എന്തോ വലിയ ഔദാര്യമായിട്ടാണ് ഇന്നിപ്പോഴത്തെ ഇടത് കേന്ദ്രങ്ങൾ പറയുന്നത്. എന്നിട്ട് ആ ഔദാര്യത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞങ്ങളാണ് എന്ന് ഇതിന്റെ മേനി നടിക്കുകയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ആദ്യമേ പറഞ്ഞത്, ഈ ഛർദിൽ വാരി ഭക്ഷിക്കുക എന്ന് നാട്ടിലൊരു ചൊല്ലുണ്ട്. അത് കൃത്യമായി ചെയ്തവരാണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകൾ. ഇതിനെതിരെ രംഗത്ത് വരിക. അദാനിയെ കടൽക്കള്ളൻ. ഞാൻ തിരിച്ചു വരാം, സമയം ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുന്നു, ഞാനും കേട്ട് രസിച്ചിരിക്കുകയാണ്. തിരിച്ചൊന്ന് ഏലിയാസ് ജോണിലേക്ക്. ഏലിയാസ് ജോൺ, വളരെ പെട്ടെന്ന്, കാര്യം നമുക്ക് കഷ്ടിച്ചൊരു 10-12 മിനിറ്റേ ഉള്ളൂ. ഗംഭീര പ്രതികരണങ്ങളാണ് യൂട്യൂബിലെ കമന്റ് ബോക്സിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അത് വായിച്ചാൽ പോലും നിങ്ങളുടെ വിലപ്പെട്ട സമയമാണ് പോകുന്നത്. എല്ലാവർക്കും നന്ദി. പാനലിസ്റ്റുകൾക്കാണ് ഏറ്റവും അധികം കോംപ്ലിമെന്റ്സ് വന്നുകൊണ്ടിരിക്കുന്നത്. ക്വാളിറ്റി പാനലിസ്റ്റ്, ക്വാളിറ്റി ഡിബേറ്റ് എന്നുള്ള എല്ലാവരുടെയും പേരുകൾ ഞാൻ നാളെ രാവിലെ പുത്തൻ പുലരിയിൽ വായിക്കാം. ഇന്ന് രാവിലെ ഞങ്ങൾ പറഞ്ഞു വച്ച ചില കാര്യങ്ങളുണ്ടായിരുന്നു. ഈ കപ്പലിങ്ങൂടെ അടുത്തുകൊണ്ടിരിക്കുമ്പോൾ, ചക്രവാളത്തിൽ നിന്നിങ്ങനെ വരുന്ന കാഴ്ച ആവേശത്തോടെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പേരുകൾ പറയാതെ സൂചിപ്പിച്ച ചില കാര്യങ്ങൾ ഇതാ നമ്മുടെ മുന്നിൽ ഒന്നൊന്നായി എണ്ണി പറയുകയാണ് നമ്മുടെ പാനലിസ്റ്റുകൾ. ശ്രീ ഏലിയാസ് ജോൺ, വളരെ ചുരുക്കി, താങ്കളോട് അങ്ങനെ പറയേണ്ടി വരുന്നതിൽ ക്ഷമിക്കണം, കാര്യം സമയമില്ല, അതുകൊണ്ടാണ്. എങ്ങനെ ഈ ജനങ്ങളുടെ തെറ്റിദ്ധാരണ മാറ്റി? ഈ സതീഷ് ഗോപി സർ പറഞ്ഞ വളരെ പ്രസക്തമായൊരു കാര്യമുണ്ട്. 140 ദിവസം എന്തൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് ഈ പദ്ധതി വൈകിപ്പിച്ചത്. ഇത് റദ്ദാക്കിക്കാൻ ഞങ്ങൾക്കറിയാം എന്ന് പറഞ്ഞതുകൊണ്ട്. സത്യം പറഞ്ഞാൽ ഇത് ഒരു മണിക്കൂർ ഇതിനെ തുരങ്കം വച്ച ജീവികളെക്കുറിച്ച്, ആ തുരങ്കങ്ങളെക്കുറിച്ച്, കടലിനും ആകാശത്തു കൂടെയും കരയിലൂടെയും കടലിനടിയിലെ തുരങ്കത്തിലൂടെയും വന്ന ക്ഷുദ്രജീവികളെക്കുറിച്ച് ചർച്ച ചെയ്യണം. പക്ഷേ അത് മറ്റൊരവസ്ഥയിലാവാം. എങ്ങനെ നിങ്ങൾ ഈ പാവപ്പെട്ടവരെ, തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട പാവപ്പെട്ടവരെ എങ്ങനെ സംഘടിപ്പിച്ച് ഇത് നന്മയുടെ വഴിയാണ്, നന്മയുടെ തീരമാണ്, നന്മയുടെ തുറമുഖമാണ് എന്ന് അവരെ ബോധ്യപ്പെടുത്തിയത് ശ്രീ ഏലിയാസ് ജോൺ? അങ്ങനെ ബോധ്യപ്പെടുത്തുന്നതിനൊരു വലിയ റോക്കറ്റ് സയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ കേരളത്തിൽ നിന്ന് ഏകദേശം 30 ലക്ഷം ആളുകൾ, നമ്മുടെ NRKs എന്ന് പറയാം, NRIs, അവർ ചെന്നൈയിലുണ്ട്, ബാംഗ്ലൂരിലുണ്ട്, ബോംബെയിലുണ്ട്, വിശാഖപട്ടണത്തുണ്ട്, ഇന്ത്യയിലെ പല തുറമുഖങ്ങളിലുമുണ്ട്, ദുബായിലും അബുദാബിയിലും സിംഗപ്പൂരിലും എല്ലാം ഉണ്ട്. അപ്പോൾ അവർക്കെല്ലാം നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ അവരുടെ മക്കൾ, വിദേശത്തിരിക്കുന്ന മക്കൾ, അവർ തിരുത്തി കൊടുക്കും. നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, ലോകത്തിൻ്റെ പല ഭാഗത്തും ഇങ്ങനെയാണ് മാറ്റം നടക്കുന്നത്. ഇത്തരം കാര്യങ്ങൾ, ഇൻഫ്രാസ്ട്രക്ചർ വന്നാലാണ് രാജ്യം പുരോഗമിക്കുന്നത് എന്ന് അവരുടെ ഉള്ളിൽ തന്നെ ഒരു പരിവർത്തനത്തിൻ്റെ വിത്തുകൾ അവരുടെ വീടുകളിൽ തന്നെ പാകിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ അങ്ങനെ ഏറ്റവും അടിത്തട്ടിലുള്ള ആളുകൾ, സാധാരണഗതിയിൽ നമ്മളെപ്പോഴും ഏറ്റവും ഉപരിതലത്തിൽ മുഖ്യമന്ത്രിയെ കാണണം, MLA കാണണം, MP കാണണം, മന്ത്രിയെ കാണണം, നിവേദനം കൊടുക്കണം. ഇതായിരുന്നു എല്ലാവരുടെയും ഒരു ശൈലി, ഒരു കാര്യം നേടിയെടുക്കാൻ. ഞങ്ങൾ വളരെ ക്ഷമയോടെ, ഞങ്ങളുടെ ഒരു സമീപനം എല്ലാ കാലത്തും ആമയും മുയലും എന്നുള്ള ഓട്ട മത്സരത്തിൽ ഞങ്ങൾ എപ്പോഴും ആമയുടെ പക്ഷത്തായിരുന്നു. ഞങ്ങൾ വളരെ സ്ലോ ആൻഡ് സ്റ്റഡിയാണ്. നമ്മൾ പതുക്കെ നേടിയാൽ മതി. വെപ്രാളം കാണിച്ച് സ്പീഡ് കൂട്ടിയാൽ ചിലപ്പോൾ തകർന്നു പോകാം. അതുകൊണ്ട് ഞങ്ങളെ ആട്ടിപ്പായിച്ച, ഞങ്ങളെ കുത്തിരി പിടിച്ച് അടിതന്ന അതേ സമൂഹത്തിൻ്റെ ഇടയിൽ
വളരെ താഴെ തട്ടിൽ നിന്നുകൊണ്ട് മണൽപ്പുറത്തിരുന്ന് അവരോടൊപ്പം ഇരുന്ന് സംസാരിക്കുക, പെട്ടിക്കടകളിൽ പോയിരുന്ന് സംസാരിക്കുക, അങ്ങനെ ചെറിയ ചെറിയ കോർണർ മീറ്റിങ്ങുകൾ, വാഹനത്തിലൂടെ നഗരത്തിൽ മുഴുവൻ സഞ്ചരിക്കുക. ഏറ്റവും ശക്തമായ ഒരു വെപ്പണായിട്ട് ഞങ്ങൾക്ക് അന്നും ഇന്നും തോന്നുന്നത് ബിറ്റ് നോട്ടീസുകളാണ്. ഞങ്ങൾ ഇതിൻ്റെ വസ്തുതകൾ എത്ര ആഴമാണ് ഇവിടെ ഉള്ളത്, നമ്മുടെ സതീഷ് ഗോപി സാറ് പറയുന്ന കണക്കുണ്ടല്ലോ, ലിറ്ററൽ ഡ്രിഫ്റ്റ് വ്യത്യാസമുണ്ടോ, അല്ലെങ്കിൽ വേലിയിറക്കം എന്താണ് തുടങ്ങി ഒരു കമ്പാരിസൺ, ഇന്ത്യയിലെ എല്ലാ പോർട്ടുകൾ, ദുബായ്, സിംഗപ്പൂർ, മലേഷ്യ തുടങ്ങിയ എല്ലാ പോർട്ടുകളുടെയും താരതമ്യം, ഇതെല്ലാം വെച്ചുകൊണ്ട് ഞങ്ങൾ നിരന്തരം ബിറ്റ് നോട്ടീസുകൾ ഇറക്കി. അന്ന് പ്രദീപുള്ള മാധ്യമ പ്രവർത്തനമല്ല, അന്ന് ഒരു പത്രവും ഒരു വാർത്ത പോലും കൊടുക്കില്ല. നമ്മുടെ കണ്ണിൽ നിന്നൊക്കെ പൊന്നീച്ച വന്നിട്ടുണ്ട്. ഈ മാധ്യമങ്ങളിൽ കയറി ഇറങ്ങി നടന്നിട്ട് ഒരു റിപ്പോർട്ട് പോലും കൊടുക്കാത്ത മാധ്യമങ്ങളാണ്. ആ സമയത്ത് ഞങ്ങളുടെ സ്വന്തം മാധ്യമമാണ് ഈ പറയുന്ന നോട്ടീസുകൾ കവലകൾ തോറും സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നിന്ന് ബസ്സിൽ കയറി നമ്മുടെ പ്രവർത്തകർ ഒരുപാട് പേർ ഒരു യജ്ഞം പോലെ നടത്തിയപ്പോൾ എന്ത് പറ്റി, അതൊരു വലിയ അക്കാഡമിക് പ്രോസസ്സായി. ആളുകൾക്കെല്ലാം നമുക്കെല്ലാം കാര്യങ്ങൾ വായിച്ചാൽ മനസ്സിലാവുമല്ലോ. കൗണ്ടർ നറേറ്റീവ്സ് ഒന്നുമില്ല. ഈ പറയുന്നത് തെറ്റാണെന്ന് പറയുന്ന ഒരു നറേറ്റീവ് ഇവിടെ ഇല്ല. ഇപ്പം നമ്മൾ പറയുന്നത് ശരിയാണെന്ന് പതുക്കെ ഓരോ വീടുകളിലെ പുതിയ തലമുറയിൽ നിന്ന് പഴയ തലമുറയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയും അത് സാധാരണ മത്സ്യത്തൊഴിലാളികളിലോട്ടും അത് ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ ഒരു അക്കാഡമിക് പ്രോസസ്സ് അതിന് ഇത്രയും വർഷമെടുത്തു, 30 വർഷമെടുത്തു. അങ്ങനെയുള്ള ഒരു തട്ടിലുള്ള പ്രവർത്തനമാണ് വാസ്തവത്തിൽ വേറെ ആർക്കും ഇന്നും ഈ കോട്ട പൊളിക്കാൻ പറ്റാതെ പദ്ധതി വേണം, ചില വിട്ടുവീഴ്ചകൾ വേണം, ചില ആളുകൾക്ക് ചില ആനുകൂല്യങ്ങൾ കൊടുക്കണം, പുനരധിവാസ പ്രവർത്തനങ്ങൾ നടത്തണം, കുടിവെള്ളം വേണം, അതെല്ലാം ഉണ്ട്, അതെല്ലാം വേണമെന്ന് തന്നെയാണ് നമ്മളും പറയുന്നത്. പക്ഷെ പ്രോജക്റ്റ് നിർത്തിവെച്ചുകൊണ്ട് ഒരു മുന്നോട്ട് പോക്കിനെ കുറിച്ച് ഒരു കാലത്തും ചിന്തിക്കാൻ പറ്റില്ല എന്നുള്ള ശക്തമായ നിലപാടാണ് ഞങ്ങൾ എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുള്ളത്. അതിന്ന് വിജയം കാണുമ്പോൾ ഈ എതിർത്തവരോടെല്ലാം ഞങ്ങൾക്ക് വലിയ നന്ദിയും കടപ്പാടും ഉണ്ട്. കാരണം ഇവരുടെ ഈ എതിർപ്പ് ഞങ്ങളെ കൂടുതൽ പഠിക്കാൻ പ്രേരിപ്പിച്ചു, വസ്തുതകൾ അന്വേഷിക്കാൻ പ്രേരിപ്പിച്ചു. കാര്യം ഇവരെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി നമുക്ക് വെപ്പൺസ് വേണം. അങ്ങനെ ഞങ്ങൾ കൂടുതൽ പഠിക്കുകയും വസ്തുതകൾ നിരത്തുകയും ചെയ്യാൻ കഴിഞ്ഞത് ഈ എതിർപ്പുകൾ കാരണമാണ്. അതുകൊണ്ട് ഈ എതിർത്ത എല്ലാവരോടും ഞങ്ങൾക്ക് ഈ സമയത്ത് ഒരു വെറുപ്പുമില്ല, പകരം സ്നേഹം കൂടുതൽ മാത്രമേ ഉള്ളൂ. അങ്ങേക്കും അങ്ങയുടെ ടീമിനും അങ്ങയുടെ പ്രവർത്തനത്തിനും ഒരു വലിയ അഭിവാദ്യം, ഒരു നന്ദി, ഒരു അഭിനന്ദനം. അവസാന നിമിഷങ്ങളിലേക്ക് കടക്കുമ്പോൾ ശ്രീ നാണു വിശ്വനാഥൻ, താങ്കൾ വളരെ വിപുലമായ ഒരു മേഖലയിലാണ് കൈവച്ചത്. 1 മണിക്കൂർ പോരാ, പക്ഷെ വളരെ പെട്ടെന്ന് ഇനി ഈ മേഖല തൊഴിൽ സാധ്യത തുറക്കുന്നു, ശരിയാണ്. ഈ പുറം നാടുകളിൽ ജോലി ചെയ്യുന്നവർക്ക് ഒരുപാട് മേഖലകളിൽ ഇവിടെ തൊഴിൽ സാധ്യത തെളിയുന്നു, ശരിയാണ്. ഇതിനൊക്കെ സമയമെടുക്കും. പക്ഷേ അവിടെ ഒരുപാട് ചോദ്യങ്ങളാണ് ഇതിൽ വരുന്നത്. എന്തു ചെയ്യണം സംസ്ഥാന സർക്കാർ, എന്തു ചെയ്യണം കേന്ദ്ര സർക്കാർ, എന്തു ചെയ്യണം ഭാവിയിലേക്ക്? അതിൽ ഇതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഭാഗം ഞാൻ സതീഷ് ഗോപി സാറിനായി മാറ്റിവെക്കുകയാണ്. ഞാൻ താങ്കളിലേക്ക് നേരിട്ട് ചോദിക്കുന്നത്, എന്തു പഠിക്കണം, എവിടെ പഠിക്കണം, എന്തു പഠിക്കാനുള്ള സംവിധാനം ഇവിടെ ഒരുക്കണം? ശ്രീ നാണു വിശ്വനാഥൻ, പെട്ടെന്ന്. ഓക്കെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പോർട്ടിൻ്റെ ഒരു ഇനിഷ്യൽ സ്റ്റേജ് യാഥാർത്ഥ്യമായി. അപ്പം നമ്മളെപ്പോഴും പറയുന്നുണ്ടല്ലോ, ചൈന മുന്നിലാണ്, സിംഗപ്പൂർ മുന്നിലാണ്, ഹോങ്കോങ് മുന്നിലാണ്, ബുസാൻ മുന്നിലാണ്, ശ്രീലങ്ക മുന്നിലാണ്. ഹൗ, എങ്ങനെ? അതായത് 1971 10,000 20 ഫീറ്റ് ഇക്വിവാലന്റ് കണ്ടെയ്നറും കൊണ്ട് തുടങ്ങിയിട്ടുള്ള ദുബൈ 2024 ഏകദേശം 54 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് 19.75 ദശലക്ഷം കണ്ടെയ്നർ ഹാൻഡിൽ ചെയ്തതിൻ്റെ പിന്നിലുണ്ടായിട്ടുള്ള സയൻറ്റിഫിക് സ്റ്റഡി ഏതെല്ലാം തരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ചെയ്തു. എഡ്യൂക്കേഷൻ സെക്ടേഴ്സ് കൊണ്ടുവരണം, നമുക്ക് ലോജിസ്റ്റിക്സ് പാർക്ക് വേണം, ഇൻഡസ്ട്രിയൽ പാർക്ക് വേണം, വെയർഹൗസ് പാർക്കുകൾ വേണം. അതുപോലെ തന്നെ ഒരു കൺകറന്റ് ലിസ്റ്റിനകത്തിലും യൂണിയൻ ലിസ്റ്റിനകത്തിലും വരുന്ന പോർട്ട് ട്രസ്റ്റുകളുടെ കീഴിൽ വരുന്നതും സ്റ്റേറ്റിൻ്റെ നോൺ മേജർ പോർട്ടുകളിലേക്കൂടെ കണക്ട് ചെയ്ത് കൊണ്ടുവരുന്ന സാഗർമാല, ഭാരത്മാല, ഇന്ത്യയുടെ ലോജിസ്റ്റിക്സ് പോളിസി, മാരിടൈം വിഷൻ, കോസ്റ്റൽ ഷിപ്പിംഗ്, പോർട്ട്, ഇതിനെയെല്ലാം കമ്പൈൻഡ് ചെയ്ത് അതാത് മേഖലയ്ക്ക് ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസം, കാർഗോ ഉൽപ്പാദനത്തിന് വേണ്ട കാര്യങ്ങൾ, ഡോക്യുമെൻറ്റേഷന്, കസ്റ്റംസ് ഇല്ലാതെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. കസ്റ്റംസ്, സമുദ്ര നിയമങ്ങൾ, ഇതെല്ലാ കാര്യങ്ങൾ, നേവി, നാവിഗേഷൻ, മറൈൻ ഇൻഷുറൻസ്, എല്ലാ മേഖലകളും, ഓരോ മേഖലകളെയും, കാർഗോയെയും, പാക്കിങ്ങിനെയും, മാർക്കിങ്ങിനെയും, ലാഷിങ്ങിനെയും, സെക്യൂറിങ്ങിനെയും, ഓരോ മേഖലയെയും കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് നമ്മൾ ലോകരാജ്യങ്ങളിലേക്ക് കട്ട് ത്രോട്ട് കോമ്പറ്റീഷനിലേക്ക് നമ്മുടെ സമൂഹം പോകേണ്ടി വരുന്ന തരത്തിലേക്ക്
അവരെ പ്രിപ്പയർ ചെയ്യണം. മുമ്പേ പറഞ്ഞല്ലോ, നമ്മൾ മദ്രാസ് IIT 88 നമ്മൾ തുടങ്ങി. നമ്മളെ സംബന്ധിച്ചിടത്തോളം 2024 ആയപ്പോഴും നമ്മളിപ്പോൾ മദ്രാസ് IIT ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി വരുന്നത്. ഇവിടെ നമ്മുടെ പോർട്ടിലേക്കുള്ള ഷിപ്പ് ടു ഷോറും ക്രെയിനും ഗാൻഡ്രി ക്രെയിനും പിന്നെ ഫോർക്ക് ലിഫ്റ്റും സ്ട്രെഡേഴ്സ് ഹാൻഡിൽ ചെയ്യാൻ നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജിൽ എവിടെയാണ് ITIയിലോ നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജിലോ പോളിടെക്നിക്കിലോ നമ്മൾ എന്തെങ്കിലും വിദ്യാഭ്യാസം സ്റ്റാർട്ട് ചെയ്തോ? അഗ്രികൾച്ചറും റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ കൊണ്ടുവരാൻ വേണ്ടി നമ്മുടെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയെ നമ്മൾ തയ്യാറാക്കിയോ? നമ്മുടെ വെറ്റിനറി യൂണിവേഴ്സിറ്റികളെ നമ്മൾ തയ്യാറാക്കുന്നുണ്ടോ? എത്ര പാക്കിംഗ് ഇൻഡസ്ട്രിയും മാർക്കിംഗ് ഇൻഡസ്ട്രിയും ലേബലിംഗ് ഇൻഡസ്ട്രിയും ട്രാൻസ്പോർട്ടേഷൻ ഇൻഡസ്ട്രിയും നമ്മൾ എത്രമാത്രം കൊണ്ടുവന്നിട്ടുണ്ട്? കാർഗോ സ്റ്റഫ് ചെയ്യുന്നതിൻ്റെയും കണ്ടെയ്നറൈസേഷൻ്റെയും കണ്ടെയ്നർ ലോഡ് ചെയ്യുന്നതിൻ്റെയും പോർട്ട് ഹാൻഡിൽ ചെയ്യുന്നതിൻ്റെയും നമ്മൾ എവിടെ പഠിപ്പിക്കുന്നുണ്ട്? അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പെരിഫറലായിട്ട് കണ്ടിട്ട് അന്താരാഷ്ട്ര വ്യാപാരം ഇവിടത്തേക്ക് കയറി വരും എന്ന് പറഞ്ഞാൽ 20 ലക്ഷം കണ്ടെയ്നർ ഹാൻഡിൽ ചെയ്തിട്ടുള്ള ലോകരാജ്യങ്ങളുടെ പോർട്ടിൻ്റെ മൾട്ടിപ്പിൾ തലത്തിൽ എനിക്കത് പെട്ടെന്ന് വിശ്വസിക്കാൻ പറ്റത്തില്ല. ഇവിടെ ഞാൻ വെക്കുന്ന ഒരു നിർദ്ദേശം, ആദ്യം ചെയ്യപ്പെടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മാരിടൈം സെക്ടറിൻ്റെ മൾട്ടിപ്പിൾ തലത്തെ അറിയാവുന്നവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ആദ്യം സ്റ്റേറ്റ് മാരിടൈം സർവീസ്, കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്ന തലത്തിൽ ഫുൾ ടൈമായിട്ട് മാരിടൈമിൻ്റെ എല്ലാ വശങ്ങളെയും ഒപ്പിയൊടുപ്പത്തക്ക തരത്തിൽ കേരളത്തിൽ കേരള മാരിടൈം സർവീസ് തുടങ്ങുകയും ഇന്ത്യയിൽ തന്നെ ഇന്ത്യ ഗവൺമെൻറ് വെക്കുന്ന ഏറ്റവും ബൃഹത്തായിട്ടുള്ള ബ്ലൂ എക്കോണമി മൾട്ടിപ്പിൾ സെക്ടർ ഓഫ് മാരിടൈം മിഷൻ 2013-2047 നടപ്പിലാക്കത്തക്ക തരത്തിൽ ഇന്ത്യൻ മാരിടൈം സർവീസ് IAS മാതിരി ഇന്ത്യൻ മാരിടൈം സർവീസ് നമ്മൾ തുടങ്ങി ലോകരാജ്യത്തിനകത്തിലേക്ക് ഉണ്ടാകുന്ന, കാരണം ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ടുള്ള IMOയുടെ തീരുമാനങ്ങൾ, WTOയുടെ തീരുമാനങ്ങൾ, നമ്മൾ മറ്റ് രാജ്യങ്ങളുമായിട്ടുണ്ടാക്കുന്ന ട്രീറ്റികൾ, കോൺട്രാക്റ്റുകൾ, പല പ്രോട്ടോക്കോളുകൾ, ഹൈസീ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, മറ്റ് പല രാജ്യത്തിൻ്റെ ഫോറിൻ ട്രേഡ് പോളിസീസ്, മറ്റ് രാജ്യത്തിൻ്റെ കസ്റ്റമും രാജ്യങ്ങൾ തമ്മിലുള്ള ട്രേഡ് കോമ്പറ്റീഷൻ, ചൈന നമ്മുടെ മുന്നിലേക്ക് നിൽക്കപ്പെടുന്ന ഭീഷണി, ഇന്ത്യയും ചൈനയും ഓസ്ട്രേലിയയും പിന്നെ ജപ്പാനും കൊണ്ടുള്ള കോഡ് റിലേഷൻഷിപ്പിലേക്കുള്ള സ്ട്രെങ്തൻ ചെയ്തുകൊണ്ട് പോകത്തക്ക തരത്തിലേക്ക് ഇനിയും നമുക്ക് വരാൻ പോകുന്ന G20 നമ്മൾ വെച്ചേക്കുന്ന ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പിനെ എക്സ്പ്ലോർ ചെയ്യത്തക്ക തരത്തിലേക്ക് നമ്മളുടെ അടിത്തട്ട് തൊട്ട് എഡ്യൂക്കേഷൻ ബാക്കി ഇല്ലാതെ. ശ്രീ നാണു വിശ്വനാഥൻ, ഞാൻ കേട്ടാൽ കേട്ട് ഇരുന്നു പോകും, പക്ഷേ എനിക്ക് അന്ത്യശാസനം വന്നു കഴിഞ്ഞു PCR നിന്ന് കാവ്യശ്രീയുടെ വക. നമുക്കിനി പറഞ്ഞത് 1 മിനിറ്റേ ഉള്ളൂ, 2 മിനിറ്റ് കൂടി ഞാൻ എടുക്കുകയാണ്. ഈ പറയുന്ന ഓരോരുത്തരുമായിട്ടും പ്രത്യേകം തന്നെ നമുക്ക് സംസാരിക്കാം, അത് പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കാം. ശ്രീ സതീഷ് ഗോപി സാർ, ഒരു ഒറ്റ മിനിറ്റിൽ, ക്രൂരതയാണെന്നറിയാം എങ്കിലും ഒരു ഒറ്റ മിനിറ്റിൽ ഇൻഫ്രാസ്ട്രക്ചർ വൈസ് കേരളം എങ്ങനെ തയ്യാറെടുക്കണം? ഇൻഫ്രാസ്ട്രക്ചർ വൈസ് കേരളം തയ്യാറെടുക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരൊറ്റ ഉത്തരമേ അതിനുള്ളൂ, സിംഗപ്പൂരിനെ മാതൃകയാക്കണം. സിംഗപ്പൂർ എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയുടെ 1/3 ഉള്ളൂ. തിരുവനന്തപുരം ജില്ലയുടെ 1/3 വിസ്തൃതിയുള്ള സിംഗപ്പൂർ, അവിടുത്തെ ജനസംഖ്യ 58.5 ലക്ഷം, തിരുവനന്തപുരം സിറ്റിയിലെ ജനസംഖ്യ 10 ലക്ഷം, ജില്ലയിലെ ജനസംഖ്യ 25 ലക്ഷം. അവിടെ സിംഗപ്പൂരിൽ 10 ആൾക്കാരെ എടുത്താൽ 7 പേർ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി പോർട്ടുമായി ബന്ധപ്പെട്ട ജോലി ചെയ്യുന്നു. ബാക്കി 3 പേർ വൃദ്ധന്മാരോ കുട്ടികളോ ആണ്. ലോകത്തിലെ നല്ല സമ്പദ്ഘടനയുള്ള സാമ്പത്തിക ശേഷിയുള്ള രാജ്യങ്ങളിൽ മുന്നിൽ നിൽക്കുന്നു സിംഗപ്പൂർ എന്ന് പറയുന്ന തിരുവനന്തപുരം ജില്ലയുടെ 1/3 മാത്രം വിസ്തൃതിയുള്ള ആ രാജ്യം. അത് നമ്മൾ മാതൃകയാക്കി എടുക്കണം. നമ്മുടെ വിഴിഞ്ഞത്തിൻ്റെ 10 നോട്ടിക്കൽ മൈൽ അകലെ കൂടെ ആ ഉള്ള അന്താരാഷ്ട്ര ചാനലിലൂടെ, ഷിപ്പിംഗ് ചാനലിലൂടെ 200 കപ്പലുകൾ പോകുന്നതിൽ പകുതിയിലേറെ കപ്പലുകളും സിംഗപ്പൂർ പോർട്ടിലാണ് പോകുന്നത്. നമ്മുടെ നാട്ടിലേക്ക് അവ ആകർഷിക്കപ്പെടണം. നമ്മുടെ നാട്ടിലേക്ക് ഇവിടെ ഒരു തുറമുഖം ഉണ്ടാക്കി വെച്ച് ഇത് ഫുള്ളി ഫങ്ഷണലാകുമ്പോൾ, നേരത്തെ പിന്നീട് ശ്രീ നാണു വിശ്വനാഥൻ അദ്ദേഹം പറഞ്ഞ പോലെ ഇവിടെ കാർഗോ വരണം, ഇവിടുന്ന് കാർഗോ പോകണം. അതിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ആരാ നൽകേണ്ടത്? ഈ രാജ്യം ഭരിക്കുന്ന ഈ കേരളം ഭരിക്കുന്ന ഇവിടുത്തെ ഭരണാധികാരികളും. ഇവിടെ ഒരൊറ്റ ചോദ്യം സന്ദീപ് അജസ്പേട്. സന്ദീപ്, കൃത്യം 1 മിനിറ്റേ ഉള്ളൂ. എന്ത് ചെയ്യണം പൊളിറ്റിക്കലി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, കാര്യം ഇനി അങ്ങോട്ടുള്ള ഓരോ ചുവടിൻ്റെയും തുടർ ചർച്ചകളുടെ നാന്ദി മാത്രം, ട്രെയിലർ മാത്രം എന്ന് ഞാൻ പറയും. നമുക്ക് ഏതാണ്ട് 1 മണിക്കൂർ കിട്ടിയെങ്കിൽ പൊളിറ്റിക്കലി എന്ത് വേണം ശ്രീ സന്ദീപ്? അല്ല, പൊളിറ്റിക്കലി തീർച്ചയായും സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിൻ്റെ മാനസികാവസ്ഥ മാറുക അല്ലാതെ കേരളം രക്ഷപ്പെടാൻ പോകുന്നില്ല. നമുക്ക് വൻകിട പദ്ധതികൾ എന്നുള്ളത് ഇത്തരത്തിലുള്ള പദ്ധതികൾ, പ്രകൃതിയുമായി ചേർന്ന് നിൽക്കുന്ന വൻകിട പദ്ധതികളാണ് നമുക്ക് നടപ്പാക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം പദ്ധതികളിലേക്ക് മുതൽ മുടക്കാൻ വരുന്ന ആൾക്കാരെ
വിരട്ടി ഓടിക്കാതെ, ഭീഷണിപ്പെടുത്താതെ, അവരെ അവമതിക്കാതെ, അവഹേളിക്കാതെ അവർക്ക് പണം ഉണ്ടായിക്കോട്ടെ, ആ പണം കൊണ്ട് കേരളത്തിന് എങ്ങനെ രക്ഷപ്പെടാം എന്ന് ചിന്തിക്കുന്ന ഒരു സർക്കാർ ഉണ്ടാവുക. നിങ്ങളുടെ മനസ്ഥിതി മാറുക. എന്തിൻ്റെയും മുൻപിൽ പിടിക്കുന്ന ചെങ്കൊടി മാറ്റി, ഈ അപായ കൊടി മാറ്റി വെച്ച് കേരളത്തിലെ ജനങ്ങളുടെ ജീവിതത്തിന് പച്ചക്കൊടി കാണിക്കാൻ, ജനങ്ങളുടെ ജീവിതത്തിനോട് ചേർന്ന് നിൽക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറായാൽ കേരളം രക്ഷപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും. താങ്ക് യു ശ്രീ സന്ദീപ് ബജസ്പതി, ശ്രീ സതീഷ് ഗോപി സർ, ഏലിയസ് ജോൺ, നാണു വിശ്വനാഥൻ. നമുക്ക് വീണ്ടും കാണാം, വീണ്ടും ചർച്ച ചെയ്യാം. വലിയ ഒരു തുടർ ചർച്ചയുടെ തുടക്കം മാത്രമായി ഇതിനെ കാണണം. ഈ വിഴിഞ്ഞത്ത് വികസന കപ്പൽ അടുക്കുമ്പോൾ എന്ത് കാണണം, എവിടേക്ക് പോകുന്നു, എന്ത് ചെയ്യണം എന്നുള്ളതിൻ്റെ തുടക്കം മാത്രം ഇവിടെ കുറിച്ചുകൊണ്ട് ഈ സ്പെഷ്യൽ ഡിബേറ്റ് തൽക്കാലം ഇവിടെ നിർത്തുന്നു. നമസ്തേ.